സാജു എന്നുള്ള പേരൊക്കെ വെറുതെ സ്കൂളിൽ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രമുള്ള പേരായിരുന്നു. ഈ പാഷാൺ ഷാജി എന്നുള്ള പേര് വന്നേ പിന്നെയാണ് ജീവിതം ഒന്ന് രക്ഷപ്പെട്ടത്. സ്കൂളിൽ പുള്ളിക്കാരൻ ഈ വർഷം ചെയ്യണത് അടുത്ത വർഷം ഞാൻ ചെയ്യും. അങ്ങനെ വന്നത്. നമുക്കെല്ലാവരും പറയില്ല എൻ്റെ ബാക്ക് ബോണാണെന്ന്. എൻ്റെ ഫുൾ ബോണത്. ഞാൻ പറയണ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ സ്നേഹവും. പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ കൊച്ചിൻ സംഗമിത്ര എന്ന് പറഞ്ഞ ട്രൂപ്പുകളിലൊക്കെ എൻ്റെ ചേട്ടനായിരുന്നു അതിനകത്ത് ലീഡിങ് കോമഡി കളിച്ചുകൊണ്ടിരുന്നത്. സുധി ഞാനായിട്ട് ഒത്തിരി വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. 10 മാസം ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തു സുധി ഞാനും കൂടി. ഞങ്ങൾ ശരിക്കും മനോരമയുടെ പ്രോഡക്റ്റാണ്. അവൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര, കാരണം നമുക്ക് ഒരുപാട് കൂട്ടുകാർ മരിച്ചിട്ടുണ്ട്, നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മുടെ മനസ്സിൽ മരിച്ചു, അത് നമുക്കറിയാം. പക്ഷേ ഇപ്പിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് അങ്ങനെ ഒരു ഫീല് വന്നില്ല. നമസ്കാരം, ദി മല്ലു മൈക്കിൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആളെ പറ്റി പറയുകയാണെങ്കിൽ 50-ലേറെ സിനിമകൾ, ഒരുപാട് കോമഡി ഷോസ്, ഒരുപാട് സ്റ്റേജ് ഷോസ്, അങ്ങനെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഒരു ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് പാഷാണം ഷാജി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ പാഷാണം ഷാജി എന്ന് അറിയപ്പെടുന്നതാണോ അല്ലെങ്കിൽ സാജു നവോദയ എന്ന് അറിയപ്പെടുന്നതാണോ ചേട്ടൻ കുറച്ചും കൂടി ഇഷ്ടം മനസ്സുകൊണ്ട്? ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഞാൻ പട്ടിണി കിടന്ന് ചാവണാണ് ഇഷ്ടം, അല്ലാതെ എന്തെങ്കിലും കഴിച്ച് ചാവണാണ് ഇഷ്ടം? കഴിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ പാഷാൺ ഷാജി എന്ന് പറയണം. അതെ. സാജു എന്നുള്ള പേരൊക്കെ വെറുതെ സ്കൂളിൽ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രമുള്ള പേരായിരുന്നു. ഈ പാഷാൺ ഷാജി എന്നുള്ള പേര് വന്നേ പിന്നെയാണ് ജീവിതം ഒന്ന് രക്ഷപ്പെട്ടത്. ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയൊരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് പാഷാൺ ഷാജി എന്നോ പാഷാണോന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചു. ഇനിയിപ്പോ ഇവിടുന്ന് പോകുമ്പോൾ ചെക്ക് തരാൻ താല്പര്യം ഉണ്ടാവില്ല, പാഷാൺ ഷാജി എന്ന് എഴുതരുത്, ബാങ്കിൽ വേറെ പേര്. ഓക്കെ ഏട്ടാ, മനസ്സിലായി. ഇപ്പൊ ചേട്ടന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ചേട്ടന്റെ വൈഫ്. ഇപ്പൊ ചേട്ടന്റെ എല്ലാ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ചേട്ടന്റെ വൈഫ്. അപ്പൊ എങ്ങനെയാണ് ചേട്ടാ ഇത്രയും വർഷം, ഇപ്പൊ 25 വർഷമൊക്കെ കഴിഞ്ഞു, എങ്ങനെയാണ് 25 വർഷം നിങ്ങൾ എങ്ങനെ ഇപ്പോഴും ഇതുപോലെ നല്ല റൊമാൻറ്റിക് ആയിട്ട്? അല്ലാതെ എന്താണെന്നറിയാമോ, നമ്മൾ ഏറ്റവും വലിയ സ്നേഹം ആരുടെ സ്നേഹം എന്നറിയാമോ? പറ, ഏറ്റവും വലിയ സ്നേഹം നമ്മുടെ അച്ഛനുണ്ട്. അത് വിടും, നമ്മൾ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിലുള്ളവരെ പറ്റി പറ. അങ്ങനെ പറയണ അമ്മയുടെ സ്നേഹം എന്നാണ് പറയാ. അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, ചേട്ടൻ്റെ സ്നേഹം, സഹോദരൻ്റെ സ്നേഹം, സഹോദരിയുടെ സ്നേഹം, ഇതൊക്കെ ഏറ്റവും വലിയ സ്നേഹമായിട്ട് മോള് പറഞ്ഞത്. ഞാൻ പറയണ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ സ്നേഹവും. നമ്മുടെ അച്ഛൻ അമ്മ ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തബന്ധമോ ആ രീതിയിലുള്ളൊരു സ്നേഹമോ. ഇതൊരു രക്തബന്ധവും ഇല്ല, ഒന്നുമില്ലാതെ ഒരു സമയം വരെ എവിടെയോ ജീവിച്ച് വളർന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ചെയ്യുകയും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പരമ്പര നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വന്തം ആരോഗ്യം വരെ കളഞ്ഞ് നമുക്ക് വേണ്ടി ഒരു കുഞ്ഞ്, അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവസാനം വരെ നമ്മുടെ ജീവിത തുടക്കത്തിൽ ഒരു പകുതി വരെ നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അവരുടെ സ്നേഹം കള്ളമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് വൈഫിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് ആ വൈഫിൻ്റെ സ്നേഹമോ. അതൊരു രക്തബന്ധം പോലും നമ്മളോടില്ല, ഒരു ടൈം വരെ നമ്മളോടൊരു പരിചയവും ഇല്ല. നമ്മുടെ വീട്ടിൽ വന്നു കയറുന്ന ആ ഒരു പെൺകുട്ടിയോട് നമ്മുടെ വീട്ടുകാർക്ക്, ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഞാനല്ലാതെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു പരിധി വിട്ടൊരു സ്നേഹം ഉണ്ടാവില്ല. ആ പെൺകുട്ടി എന്നെ സ്നേഹിക്കുന്ന സ്നേഹം എൻ്റെ വീട്ടുകാർക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല. അതൊരു ഔട്ട്സൈഡറാണ് എപ്പോഴും. എന്നാലും ചേർത്ത് പിടിക്കും, സ്വന്തം മോളാണ്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ നിൽക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഭാര്യമാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അളക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുടെ അല്ല, ഞാൻ എന്തോ ഒന്ന് മുന്നോട്ട് ഇറങ്ങണമെങ്കിലാണ് ഞാൻ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കണം. ഒരു സ്റ്റാറ്റസ് ഇടണമെങ്കിൽ തന്നെ ഞാൻ ഈ ഫോട്ടോ എന്നോട് എപ്പോഴും വഴക്കും, ഒരു ഡ്രസ്സ് എടുത്താൽ പിന്നെ എനിക്ക് ഇടാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഈ അമ്പലത്തിൽ പോകുമ്പോൾ എപ്പോഴാണ് ഞാനപ്പോൾ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് അപ്പം ഇടും. പലതും ഞാൻ അറിയാതെ ഫോട്ടോ എടുത്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനം അത് തന്നെ, കൂടപ്പുറപ്പുകളുടെ സ്ഥാനം അത് തന്നെ. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മളോട് 24 മണിക്കൂറും നമ്മുടെ കൂടെ നിൽക്കണതും എല്ലാം വൈഫല്ലേ. പിന്നെ അതുകൊണ്ട് ചേട്ടൻ ഇപ്പോൾ 10 മക്കളാണ് ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഷോയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചേട്ടൻ്റെ വൈഫ് എല്ലാ ഈ ചേട്ടൻ്റെ 9 സഹോദരങ്ങളുടെ ഭാര്യമാരും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഒരു. അതെ, അവർ തമ്മിൽ ഇപ്പം എൻ്റെ അച്ഛൻ ചിലപ്പോൾ വഴക്കുറയും, അമ്മ വഴക്കുറയും. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കുന്ന ചേട്ടത്തിമാരും അതുപോലെ തന്നെ അനിയൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ വൈഫാണെങ്കിലും അവരെല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ്. ഞങ്ങൾ ചേട്ടാനിയന്മാരുടെ ഇടയിൽ ചിലപ്പോൾ ഒരു വാക്കുകൾക്കോ സംസാരമൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ഇടയിൽ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ഞങ്ങളുടെ ആ ഒരു ഇത് തന്നെയാണ് ഇവർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നതിൽ വെച്ച് എല്ലാ ചേച്ചിമാരും എല്ലാ അനിയത്തിമാരും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും. എൻ്റെ അച്ഛനും അമ്മയോ ഇവരെ വഴക്കുറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പിന്നെ ഹസ്ബൻഡ് ആകുമ്പോൾ എന്തെങ്കിലും പറയും, അതുപോലെ ഞങ്ങൾ ചേട്ടാനിയന്മാരാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ തമ്മിൽ അങ്ങനെ, എൻ്റെ പെങ്ങന്മാർ സഹോദരിമാർ ഇവരൊക്കെ ഒരൊറ്റ ബോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട്
സന്തുഷ്ടമായിട്ടാണ് പോണത്. എല്ലാ കുടുംബത്തിലും അങ്ങനെ ആയിരിക്കും. അങ്ങനെ തന്നെ ഇപ്പം ഇന്ന് ഇത് കഴിയുമ്പോൾ ഞാൻ വിളിച്ചിട്ട് എൻ്റെ വൈഫ് അങ്ങോട്ട് പോകും, വൈഫിൻ്റെ വീട്ടിലേക്ക് പോകണം, അച്ഛൻ്റെ അടുത്തിട്ട് പോകണം. ഇപ്പം എനിക്ക് ചെല്ലാൻ പറ്റില്ല. നാളെ എൻ്റെ വീട്ടിലേക്ക് ചെല്ലണം. എൻ്റെ ചേട്ടൻ്റെ കുട്ടിയുടെ ഒരു പരിപാടി ഉണ്ട്, കല്യാണത്തിൻ്റെതായിട്ടൊരു ആലോചന പരിപാടി. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകണം. ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോകില്ല. ആ രീതിയില്ല. നമുക്ക് എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ആൾ പോയേക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ ഫുള്ള് കുറച്ച് സമയത്ത് ചിലപ്പോൾ ഷോസ് ഒന്നും ഇല്ലാത്ത ടൈം ഉണ്ടാവും, ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ ചേച്ചിയാണ് സ്ട്രോങ് പില്ലറായിട്ട് വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് എല്ലാവരും പറയില്ല എൻ്റെ ബാക്ക് ബോണാണെന്ന്. എൻ്റെ ഫുൾ ബോണാത്. നമ്മൾ റേഷനരി കഴിച്ച് നമ്മൾ വളർന്നു വന്ന ആൾക്ക് ഇപ്പോഴും എനിക്കത് ഭയങ്കര ഇഷ്ടമോ, അതെൻ്റെ കൂടെ കഴിക്കാൻ മുപ്പിലധികം ഭയങ്കര ഇഷ്ടമോ. ഇപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മളിപ്പോൾ അടി പോയി എന്ന് വെച്ചിരുന്നോ, അപ്പോഴും വന്നിട്ട് നമ്മളടുത്ത് പറയും ഒരു കുഴപ്പമില്ല, നമ്മൾ ഇന്നലെ വരെ ഇങ്ങനെയല്ലായിരുന്ന, ഇന്നിപ്പോൾ 2 ദിവസം ഇങ്ങനെയല്ലേ, നാളെ വേറെ രീതിയിലായിരിക്കും പറഞ്ഞത്. ഞാൻ മിമിക്രി കൊണ്ട് നടന്നപ്പോഴത്തേക്ക് പട്ടിണി ദാരിദ്ര്യമായപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞാൽ, ഞാൻ മിമിക്രി നിർത്തിയിട്ട് പെയിൻറ്റിങ്ങിന് പോയപ്പോൾ എന്നോട് പറഞ്ഞാൽ മിമിക്രി അല്ലാതെ വേറെ എന്തെങ്കിലും പോയി ഞാൻ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞാൽ, അത്രയും പറഞ്ഞ ആൾ എന്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ 2ാമത് വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ നമ്മൾ വീഡിയോസിന്റെ ക്യാപ്ഷനൊക്കെ കണ്ടു, സാജു നവോദയ 2ാമത് വിവാഹിതനായി. പക്ഷെ ആള് സെയിം തന്നെയാണ് ചേട്ടാ. ശരിക്കും ആ ഫോട്ടോഷൂട്ടിന്റെ ഒരു ആളെ നോക്കിയിട്ടില്ലേ ഇവര്. അപ്പം എൻ്റെ വൈഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗുരുവായൂർ വെച്ച് മാല ചാർത്തണം എന്നുള്ളൊരു ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോ ആഗ്രഹം ഉണ്ടാവില്ലേ. എൻ്റെ ആ സ്വഭാവം വെച്ചിട്ട് ഗുരുവായൂർ പോയിട്ട് തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ അകത്ത് പോലും കയറാനായിട്ട് ഞാൻ നിൽക്കൂല, അങ്ങനത്തെ ആളായിരുന്നു. അപ്പം ഇത് നമുക്കൊരു അവസരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹം ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് ഇന്ന പോലൊരു ആഗ്രഹമുണ്ട്, അതവർ സാധിച്ചു തന്നു. വൈഫിനെ വിളിച്ച് മോക്ക് എന്താ ആഗ്രഹം എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഗുരുവായൂർ വെച്ച് മാല ഇടണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അവരത് സാധിച്ചു തന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഗുരുവായൂർ പോയി. അന്ന് എൻ്റെ വീട്ടുകാരും, എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ്, ഞാൻ വൈഫിനെ വിളിച്ച് ഒളിച്ചോടിപ്പോയൊരു സ്ഥലമുണ്ട്. ആ വീട്ടിൽ ചെന്ന് കയറി അവിടുത്തെ അവൻ്റെ വൈഫും ആണ് എൻ്റെ വൈഫിനെ എന്നെ കൈപിടിച്ച് അവിടെ വെച്ച് തന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ മാലയിട്ട് തിരിച്ച് ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ മൊത്തമായി പാഷാണ ഷാജി വീണ്ടും വിവാഹത്തിനായി. ആ താഴത്ത് കമ്മ ഇവനൊക്കെ എന്തു ആവാലോ, തിന്നിട്ടെല്ലിൻ്റെയൊക്കെ ഭയങ്കര പ്രശ്നം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാൾ വിളിച്ചേക്കണം, എഡിറ്റിംഗ് സൂട്ടിൽ ഇട്ടിട്ട് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചേക്കണം, പുറത്തോട്ട് വിടാൻ പോവാ എന്താ ചെയ്യേണ്ടത്. ഞാൻ എടാ നീ ആദ്യം കൂടെ നിൽക്കുന്ന പെണ്ണാരാന്ന് നോക്ക്. അത് നോക്കിക്കഴിഞ്ഞാൽ അവനും അപ്പോഴാണ് ശ്രദ്ധിക്കണത്, വൈഫിനെ ശ്രദ്ധിക്കണല്ല. അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹവും എല്ലാവരും. ഇപ്പം നമ്മളൊരു റോട്ടിൽ കൂടി പോകുന്ന ഒരു വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ അവിടെ ഓടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും കുഴപ്പമൊന്നും തന്നെ, അയ്യോ കുഴപ്പമില്ലേ, ഇങ്ങനെ ഇരിക്കും. അവിടെ ചെന്ന് കുട്ടിച്ച് സീരിയസ്, ഈ റൂട്ടാ നല്ലതല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെപ്പോഴും മോശം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ആരെയും പറഞ്ഞില്ല, നെഗറ്റീവ് എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ല പിന്നെ എന്നെ ഇങ്ങനെ ആൾക്കാർ, ഞാൻ നെഗറ്റീവ് ക്യാരക്ടറല്ലേ ഈ പാഷാണ ഷാജി എന്ന് പറഞ്ഞാൽ, ആൾക്കാരെ തമ്മിൽ തെല്ലിക്കുക, വഴി തെറ്റിക്കുക, ഇങ്ങനെ നടക്കുന്ന ഒരാളെ പേഴ്സണലി എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ല, ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. അപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ഇതുപോലെ ഏഷ്യാൻ്റെ ഒരു ഷൂട്ടിൽ നിൽക്കുമ്പോഴത്തേനും എനിക്ക് ഒരു ഫിലിപ്പീൻ പെൺകുട്ടി, അതിന് ഞാൻ കല്യാണം കഴിക്കണമായിട്ടാണ്. എൻ്റെ മുട്ടുകാലിൽ ഇച്ചിരി പൊക്കമുള്ളൂ ഇനി. അപ്പം ഞാൻ മാലയിട്ട് ഞങ്ങൾ 2 ബൊക്കെയൊക്കെ പിടിച്ചിരിക്കണം, ഞാൻ ഫോട്ടോ എടുത്ത് വൈഫിന് അയച്ചു കൊടുത്തത്. വൈഫ് അപ്പോൾ അവിടെ നിന്ന് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് എഴുതിയിട്ട് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. ഞാനെടുത്ത് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്ത്. അന്നും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ പറയും എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ നിൻ്റെ പ്രശ്നം. അവർ പാഷാണ ഷാജി വീണ്ടും വിവാഹത്തെ. അത് ഇതിന് മുമ്പാട്ടാ, ഗുരുവായൂർ താല്പര്യം മുമ്പാ. പക്ഷെ എന്തായാലും ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട്. റിയൽ ലൈഫിൽ ഞങ്ങൾ 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഒരെണ്ണം കൂടി വരും. അത് ഒളിച്ചോടി പോയപ്പോൾ ഒന്ന്, പിറ്റേ ദിവസം രജിസ്റ്റർ മാരേജ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാരെ കൂടി പ്ലാൻ ചെയ്തിട്ട് ഒരു കല്യാണം, പിന്നെ ഗുരുവായൂർ വെച്ചിട്ട് ഒന്നുമില്ല. അപ്പം 4 ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ട്, പിന്നെയും വരാനുണ്ട്. ചേട്ടൻ ഞാൻ നിങ്ങളുടെ ഒളിച്ചോടിയ കഥയൊക്കെ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ഫ്ലോറിൽ. പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയതും നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് ആയ കഥയൊന്നും അധികം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക്? അതിലൊന്നും വലിയ കഥ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ വൈഫിന് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ ഒരാളെ വേണമെന്ന് എൻ്റെ കൂട്ടുകാരൻ. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ഞാൻ കിടക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അവൻ കിടക്കും, അവൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അവൻ കഴിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടക്കണം ഒന്നിച്ചാൽ. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുണ്ടാ, ഞാൻ ചോദിക്കട്ടെ എന്ന് തന്നെ. അങ്ങനെ ചോദിച്ച് കൊണ്ടുവന്ന് 3 മാസം ഞങ്ങൾ കണ്ടുള്ളൂ അവിടെ വെച്ച്. അതിൽ 3 മാസത്തിൽ എത്ര ശനി ഞായറും ഉണ്ട്, അതേ കണ്ടിട്ടുള്ളൂ. അതിനുമുമ്പ് പ്രേമമൊക്കെ ചേച്ചിയിൽ കണ്ടിരിക്കുന്ന ആ ഒരു അട്രാക്ഷൻ തോന്നാനുണ്ട് ഒരു റീസൺ ഉണ്ടാവില്ല, എന്തായിരിക്കും? അല്ല, അന്നത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അട്ടർ ഫ്ലോപ്പായിരുന്നു. എന്നെ കാണണം ഇങ്ങനെ വള്ളി പോലെ ഇരിക്കണത്, എന്നിട്ട് ഉള്ളിലൊരു ബനിയനും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പം അന്നൊരാൾക്ക് എന്നോട് പ്രണയം തോന്നണം ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് ചില സംസാരമൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് മനസ്സിലാവുമല്ലോ. നമ്മൾ പലയിടത്തും പല ആൾക്കാരും കാണുമ്പോഴത്തേക്ക് നമ്മൾ പ്രേമം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരൊക്കെ ഓടും, ഞാൻ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അങ്ങനത്തെ രൂപമായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ ഇത് ആ സമയത്തുള്ളൊരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യണപ്പോൾ ഞാൻ അയച്ചു തരാം, അത് കണ്ടിട്ട് പറയണം. അപ്പോൾ വൈഫ് ഇങ്ങനെ ചെറിയൊരു താല്പര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒരു ദിവസം വൈഫായിട്ട് പോയി കോളേജിൻ്റെ കൂടി നടന്ന്. വൈഫ് പറഞ്ഞു ചേച്ചി അമ്മക്ക് അറിഞ്ഞിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ അറിഞ്ഞാൽ എന്താ, ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ വലിയ കുഴപ്പമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് അങ്ങനെ പറഞ്ഞാൽ ചോദിക്കില്ല സാധാരണ. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഞാനൊന്ന് എറിഞ്ഞു നോക്കി, അപ്പോൾ കുഴപ്പമില്ല. അതിലങ്ങ് തുടങ്ങിയതാ. ഇപ്പൊ 25 വർഷമായി ഞങ്ങൾ എന്ന് അങ്ങനെ നിൽക്കണം. ആ കണ്ട് മുട്ടിയ ടൈമില്ലേ, ഇപ്പോഴും അതുപോലെ തന്നെ. കല്യാണം കഴിച്ചെന്നോ ഭാര്യ ഭർത്താവായെന്നോ ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ ആ ഒരു ഇതിൽ തന്നെ പോണത്. ഇനി അങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ തന്നെ പോകണം. ഇപ്പോൾ 25 വർഷം തികയുന്ന നവംബർ 15 വരുമ്പോൾ ചില പ്രേമബന്ധങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് തല്ലിപ്പിരിഞ്ഞു പോകും ഒക്കെ പോകും. നമ്മളെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, ഒക്കെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വാഗ്ദാനമായിരിക്കും. ആ കല്യാണം കഴിഞ്ഞാൽ അതാണ്, നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇതൊക്കെ പോകുന്നു. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കുട്ടിയായി കഴിയുമ്പോൾ അച്ഛനും അമ്മയാവും. അപ്പം നമ്മുടെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇങ്ങോട്ട് ചേഞ്ചായി. അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ അവരുടെ കല്യാണം മുത്തശ്ശി ഇങ്ങനെ ആയി ഓരോരോ പാർട്ട് വരും. ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറരുത്. ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ഓരോ ബസ് സ്റ്റോപ്പുകളാണെന്ന് വിചാരിച്ചാൽ മതി. അവരെ കണ്ട് കായ് പറഞ്ഞ് പോവുക. അപ്പോഴും നമ്മുടെ പ്രണയം എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്നാൽ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതെ. ഇപ്പം ചേട്ടൻ്റെ കരിയറിൻ്റെ തുടക്ക കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയായിരുന്നു ചേട്ടാ? എന്തായാലും സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് വന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ട്രഗിളല്ല, യുദ്ധമായിരുന്നു. ഈ സ്റ്റേജ് ഷോസിലൊക്കെ എങ്ങനെയാണ് ആ ഒരു എൻട്രി? എങ്ങനെയാണ് സ്റ്റേജിൽ ഷോയിലേക്ക് ഞാൻ വന്നത്? എൻ്റെ ചേട്ടൻ പെർഫോമറാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ചേട്ടനാണ്. സ്കൂളിൽ പുള്ളിക്കാരൻ ഈ വർഷം ചെയ്യണത് അടുത്ത വർഷം ഞാൻ ചെയ്യും. അങ്ങനെ വന്നത്. പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ കൊച്ചിൻ സംഗമിത്ര എന്ന് പറഞ്ഞ ട്രൂപ്പിലൊക്കെ എൻ്റെ ചേട്ടനായിരുന്നു അതിനകത്ത് ലീഡിങ് കോമഡി കളിച്ചുകൊണ്ടിരുന്നത്. അന്നേരം സുബ്രഹ്മണ്യം ബോൾഗട്ടി, സൈനം കടാമംഗലം, അങ്ങനെ ആ സമയത്ത് വലിയ മിമിക്രി ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവൻ്റെ കൂടെയായിരുന്നു. അയാൾക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് നിർത്തി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വന്നതാണ്. ഞാൻ മിമിക്രി കാണിക്കാത്തൊരു മിമിക്രിക്കാരനാണ്. ശബ്ദം അനുകരിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. സ്കിറ്റ് കളിക്കുക മാത്രം ചെയ്യും. അപ്പം അങ്ങനെ വന്ന അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കൊല്ലത്തും അവിടെ ചേർത്തല, ട്രിവാൻഡ്രമൊക്കെ ആയിട്ട് ടീമുകളിലൊക്കെ ഇങ്ങനെ കളിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോഴും ഞാൻ പെയിൻറ്റിങ്ങിന് പോയിരുന്നു. അങ്ങനെ പെയിൻറ്റിങ്ങിന് പോകുന്ന സമയത്താണ് മനോജ് ഗിന്നസിൻ്റെ ട്രൂപ്പ് തുടങ്ങുന്നത്, പുതിയത് കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞാൽ. അതിലേക്ക് പ്രശാന്ത് കാഞ്ഞിരവറ്റം എന്നെ വിളിക്കണത്. ഞാൻ ഇന്ന് ജോയിൻ ചെയ്ത് മനോഹരൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കൊച്ചിൻ ഗിന്നസിലേക്ക് അങ്ങനെ മനോരമയിലേക്ക് വന്നു. അതാണൊരു ട്രാവലിങ് അവിടെ നിന്നുള്ള. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ. കാരണം സ്ട്രഗിൾ ചെയ്തൊന്നും നമ്മുടെ വീട്ടുകാരുടെ കുറ്റം കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ പ്രായം 24 വയസ്സാണ് അന്നേരം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആ വഴിയായിരുന്നു. ഈ ക്രിക്കറ്റ് കളിയും പരിപാടി എന്നൊക്കെ പറഞ്ഞ് നടക്കണമല്ലോ. കല്യാണം കഴിച്ചിട്ടാണ് നടക്കണത്. വീട്ടിൽ ചെന്ന് ഒരു നാണില്ലാതെ കഴിക്കുകയും ചെയ്യുമോ? അവരെല്ലാവരും വീട്ടിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. വൈഫിന് കഴിക്കാൻ പറ്റില്ല, വൈഫിന് ചമ്മല. എനിക്കൊരു ചമ്മലുമില്ല. ഞാൻ തന്നെ പോയിരുന്നു, തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യും. വൈഫിനോട് ഓക്കെ പോയിട്ട് വരാട്ടാന്ന് പറഞ്ഞ് പിന്നെയും പോകും. വൈകുന്നേരം വന്ന് പിന്നെയും കഴിക്കും. അവിടെ ഞാൻ വൈഫും കൂടെ ഒറ്റ തനിച്ച് താമസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങി എന്താന്ന്. കാരണം പലപ്പോഴും ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ട് ഓർത്തിട്ട് മുഖത്ത് നോക്കിയിരുമ്പോൾ ഇങ്ങനെ സങ്കടം വരും. അപ്പോൾ എന്നോട് ചോദിക്കും എന്താണെന്ന് ചോദിക്കും. കുറച്ച് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഇതൊരു ബാംഗ്ലൂർ ഞാൻ കൊണ്ടുപോയി. പിന്നെ എവിടെ ഞാൻ രക്ഷപ്പെട്ടപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് വിഷമിച്ച് അതൊക്കെ മാറണം. അതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് ദുബായിക്കൊക്കെ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ വെച്ച് സ്നോ സിറ്റി വെച്ചിട്ടൊന്ന് വീണിട്ടൊരു കരച്ചിൽ കണ്ടിട്ട് അതെൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ശരീരം നോവണം എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഒരു കരച്ചിൽ കേട്ടായിരുന്നു, കാലിൽ, പാദത്തിൽ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് നല്ല വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിരിച്ചും കളിച്ചിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു എന്തിനാ വിഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ അന്നത്തെ കാര്യം ആലോചിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ശരീരം നോവണം നമുക്ക് ഇഷ്ടമല്ല. അല്ല അത് ഒട്ടും ഇഷ്ടമല്ല. കരയണതോ അതൊക്കെ പ്രശ്നമോ. നമ്മളെന്തിനാ കരയിപ്പിക്കണമെന്ന്. പിന്നെ പെൺകുട്ടികൾക്കൊരു ധാരണ ഉണ്ടേ. അപ്പുറത്ത് വീട്ടിൽ ഞാൻ ഇന്നലെ ചേട്ടനിങ്ങനെ വന്നപ്പോൾ തന്നെ പൊരിച്ച് ഞാൻ ഒരക്ഷരം മിണ്ടിയില്ലെന്ന് പറയും. മിണ്ടാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരടി വെച്ച് കൊടുത്ത് അപ്പം വീഴും താഴെ. പക്ഷെ ചെയ്യാത്തത് തല്ലി കഴിഞ്ഞാൽ നമുക്കും കൂടി വേദനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്നിട്ട് വലിയ ഗെയിമിൽ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അളിയൻ ഇന്നലെ വന്നപ്പോൾ ഞാനേ ചോദിച്ചു ഞാൻ അവിടെ നിർത്തിയെന്ന് പറഞ്ഞ് എൻ്റെ പെങ്ങൾ പറയും. അതൊക്കെ സ്നേഹം കൊണ്ടാണ്. ആരും ഒന്നും അങ്ങനെ സ്നേഹത്തോടുകൂടി പോകുമ്പോഴത്തേക്ക് ഒരു ഫാമിലി നന്നായിട്ട് പോകുള്ളൂ. വില കൽപ്പിക്കണം അവർക്കും. അതെ തീർച്ചയായിട്ടും.
ചേട്ടൻ അതുപോലെ മാന്നാർ മത്തായി സ്പീക്കിംഗ് 2-ല് കള്ളനായിട്ട് വന്ന അങ്ങനെയാണല്ലോ സിനിമ കരിയർ അതെ, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മൂവി അതായിരുന്നല്ലോ. ഫസ്റ്റ് മൂവി അതല്ല, ഫസ്റ്റ് മൂവി ഹൗസ് നമ്പർ 13 എന്നൊരു പടം ഉണ്ടായി, ഒരു ഹൊറർ മൂവി ആയിരുന്നു. ഓക്കെ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആർട്ട് ചെയ്യണ ഒരു പുള്ളി രഹസ്യമായിട്ട് എന്നെ വിളിച്ചിങ്ങ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്തിയായിട്ടാന്ന് പടം അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ നല്ലതല്ല ഏട്ടാന്ന് വെച്ചാൽ ഈ പടം പെട്ടിയിരുന്ന താൻ രക്ഷപ്പെടുന്നു. ഞാൻ പറഞ്ഞു എന്ത് വർത്താനായിട്ടായി പറയണമെന്ന്. അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ഓടിയാണെന്ന് ചെയ്യണമല്ലേ. പക്ഷെ എന്തുകൊണ്ട് പടം ഇറങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മാന്നാർ മത്തായി വന്ന്, പിന്നെ ലിറ്റിൽ സൂപ്പർമാൻ വന്ന്, പിന്നെയാണ് വെള്ളിമുങ്ങ വന്നത്. ഇത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇത് പെട്ടിരുന്ന ജയിക്കുമെന്ന്. അപ്പോൾ അത് ചില നഷ്ടങ്ങൾ കണ്ടിട്ടുമുണ്ട്, ലാഭങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ സിനിമ വലിയ സിനിമയിലൊക്കെ വന്നെ അങ്ങനെയാണ്. ഞാൻ ഇനി ഒരു ഗെയിം അല്ല, ഒരു ചേട്ടൻ അഭിനയിച്ച സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ പേര് ഞാൻ പറയും. സിനിമ ഏതാണെന്ന് ചേട്ടന് പറയാൻ പറ്റുമോ നോക്കാമേ? ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ സിനിമ ഞാൻ പറയുമോ? ഓക്കെ, നോക്കാമേ. ഫസ്റ്റത്തെ കൊച്ചാപ്പി, അത് വെള്ളിമുങ്ങ. അത് ഈസി ആയിരുന്നേ. പിന്നെ വിക്രമൻ, ഭാസ്കർ ഭാസ്കർ. ഓ നൈസ്. ശ്രീനിവാസൻ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ശ്രീനിവാസൻ അയ്യോ. ചാക്കോച്ചന്റെ കൂടെയുള്ള ഒരു മൂവി ആയിരുന്നു. ജമുന പ്യാരി. റെജിമോൻ, അമർ അക്ബർ. എൽദോ. മമ്മൂക്കയുടെ കൂടെ എൽദോ തോപ്പിൽ ജോപ്പനാണ്. അതിലെൽദോ ഞാനേ മറവിയുടെ ഭയങ്കര ആളാ. ഇങ്ങനെ ഫോൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അപ്പോൾ വൈഫിക്ക് ആരാ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എന്നിട്ട് പിന്നെ ഞാൻ നമ്പർ എടുത്ത് നോക്കിയിട്ടാണ് ആരാന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ മറന്നു പോകും. പിന്നെ ഫോൺ ചെയ്തിട്ട് കട്ടായിട്ടുണ്ടാവും. പിന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ. ഭയങ്കര മറവിയാണ്. അതിൻ്റെ വൈഫ് അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ ഏകദേശം ജീവിക്കില്ല. ഭയങ്കര മറവിയാണ്. എന്നെ കാണാതെ എന്തെങ്കിലും എടുത്ത് ഒളിച്ചു വെക്കും. എന്നിട്ട് അത് കാണാൻ മറന്നു പോയിട്ട് എന്നെ കൂടി കൂട്ടിയത് തപ്പി നടന്നിട്ട് കണ്ടെത്തില്ല. അങ്ങനത്തെ ക്യാരക്ടറാണ്. ഓക്കെ. അടുത്തത് ബുള്ളറ്റ് ബാബു. ബ്ലൂ സ്റ്റാർ. രാജേന്ദ്രൻ ആരുടെ പടം? കെങ്കേമം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണത്. കെങ്കേമം. ഓക്കെ. അടുത്തത് നസീർ പച്ചക്കള്ളോ? അല്ല. നസീർ പറയട്ടെ? കൊച്ചിൻ കാർണിവൽ. ഇനിയുണ്ട് അഗസ്തി. അത് മറ്റേ ഇതല്ലേ ഹല്ലേലൂയ? അല്ല, ഹല്ലേലൂയ കഴിഞ്ഞിട്ട് ഇറങ്ങിയ മൂവിയാന്ന് തോന്നുന്നു. സിദ്ദിഖിക്ക് ഞാൻ കൂടെ ഒരു പടം പള്ളിയിലച്ഛനായ. പറയട്ടെ? പ്രകാശന്റെ മെട്രോ. ഇനി ഈസി ആയിരിക്കും അത്. സാജു. അത് ഏത് പടം വരുന്നു? സാജു എന്ന് വിളിക്കും. ശരിയാ, അതൊരു ഹൊറർ മൂവിയാണ്. ആടുപുലിയാട്ടം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അതിൽ പറഞ്ഞാൽ മറന്നു, ഉറപ്പാ. ഭയങ്കര മറവിക്കാരനാണ്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമർ അക്ബർ അന്തോണിയിലെ ക്യാരക്ടർ എൻ്റെ ചേട്ടാ, അത് എല്ലാവർക്കും ഇപ്പോഴും ചേട്ടന്റെ ഓരോ ഡയലോഗ്സ് ഒക്കെ ആൾക്കാർ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു ഡയലോഗ്. എമ്മച്ചേ അത് അത് കുറെ ഇതിനും വന്നിട്ടുണ്ട്. അത് ഈ എന്താണ് ട്രോൾ വീഡിയോ അതിൽ കുറെ എടുത്തിരുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ ആ മൂവി? വിപിനും വിഷ്ണുവും അവർ എഴുതിയേക്കണത് തന്നെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളവിടെ ഡെവലപ്പ് ചെയ്യുക കാര്യമൊന്നും വേണ്ട. ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റിൽ ഓൾറെഡി എല്ലാം ഉണ്ട് അതിൽ. അതിന്മേൽ ഇപ്പോൾ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അത് കുറച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ തന്നെ ചെയ്തേക്കണം. പിന്നെ വിപിനും വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. അത് നാശിക്കെ വിളിച്ച് അങ്ങോട്ട് വന്നു. വിപിനും വിഷ്ണുവാണ് അതെനിക്ക് തോന്നുന്നത് വേറെ ആർക്കോ വെച്ചൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതെനിക്ക് അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ ബുള്ളറ്റ് ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ യോഗി ബാബു ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആദ്യം പുള്ളിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചവർ. അത് യൂട്യൂബിലെടുത്ത് നോക്കിയവർ. എൻ്റെ മുടിക്ക് ഇങ്ങനെ കിടക്കണമല്ലേ, പുള്ളി അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇങ്ങനെ ആൾ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് വരാൻ പറ്റാണ്ടായപ്പോൾ വീണ്ടും വിളിച്ചു. അങ്ങനെ പോയതാണ്. അപ്പോൾ ക്രിക്കറ്റ് കളി അറിയുമെന്ന് മാത്രമേ അവർ ചോദിച്ചുള്ളൂ. അത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. അത് നല്ലൊരു ബന്ധമായിരുന്നു നമുക്ക് തമിഴിലേക്ക്. ഇപ്പോൾ പുതിയൊരു തമിഴെണ്ണം ചെയ്തത്. ഇപ്പോൾ ഈ അമർ അക്ബറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ജയസൂര്യയുടെ കൂടെ അങ്ങനെ 3 പേര്, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, 3 പേരുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരായിട്ട് കോമ്പിനേഷൻ സീൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവരിങ്ങനെ ചിരിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? അതോ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ? അവരോടാ ചോദിക്കണ്ടേ, എന്നെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ജയനായിട്ട് ഓൾറെഡി അറിയാം നേരത്തെ. പിന്നെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും അവരൊക്കെ നല്ല സഹകരണമായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ സീൻ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോഴും എന്നെ കാണുമ്പോൾ പൃഥ്വിരാജ് ഇരിക്കണ ഓരോ കാര്യമുള്ളൂ. ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടിരുന്ന വെച്ചല്ലേ. അന്നത്തെ ഡാൻസൊക്കെ ഈ കുത്തും കോമ്പൻ ഡാൻസാണല്ലോ. ഇതേപോലത്തെ ഇന്നത്തെ പോലെ സിനിമാറ്റിക് ഡാൻസ് അല്ല.
അപ്പോൾ പിന്നെ ഞാൻ ഡാൻസ് കളിക്കും. നാഷികവൻ അവൻ മാസ്റ്ററാണെന്ന് പറഞ്ഞു. ഷാജോൻ ചേട്ടൻ്റെ കാര്യം, ഷാജോൻ കളിച്ചോളും കുഴപ്പമില്ലെന്ന് തന്നെ ഹൈദരാബാദിൽ കൊണ്ടുപോയി, റാമോജിയിൽ കൊണ്ടുപോയിട്ട് പാട്ട് തുടങ്ങി. എന്നോട് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് മാഷ എന്നെ നോക്കി, നാഷികനെ നോക്കി. അപ്പോൾ നാഷിക പറഞ്ഞു മറ്റേ ആളെ നോക്കിയാൽ ഷാജോനെ നോക്കിയാൽ മതി, ബാക്കി ഇതൊക്കെ മാസ്റ്ററാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ പുള്ളി മാസ്റ്റർ ഇട്ട് അവിടെ പോയി. ഷാജോൻ്റെ അടുത്ത് നാഷിക അടുത്ത് പോയി കസേര ഇരിക്കുക. ഇപ്പം ആ മാഷ് വേറെ ഡാൻസ് പഠിക്കാൻ പോയി, പുള്ളിക്ക് എൻ്റെ ശൈലിയായിട്ട്. അന്ന് ഭയങ്കര ചിരിയായിരുന്നു അവരെല്ലാവരും. അത് നല്ല അനുഭവമായിരുന്നു അവർ ആ ഒരു. പിന്നെ പടം നടക്കുമ്പോൾ ഞങ്ങൾ USA-ലായിരുന്നു റിലീസിങ് ടൈമിന്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റാത്തൊരു ആകാംക്ഷയില്ലേ, അത് ഭയങ്കര സന്തോഷമായിരുന്നു. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കോമഡി ചെയ്ത് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓഡിയൻസിന്റെ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി അങ്ങനെ തോന്നുന്നുണ്ടോ ചേട്ടാ? ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടല്ല, തമാശയുടെ രീതി മാറി. അപ്പോൾ ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടല്ല, തമാശ ചെയ്യണവരുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. അപ്പം ഞാനാണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ ഇഷ്ടപ്പെടുന്ന തമാശകളുണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കുക. അല്ലാതെ അവരെ പിടിച്ചു വലിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ മാത്രം കേട്ടാ എന്ന് പറഞ്ഞാലല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുക, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല നോക്കേണ്ടത്. കാലഘട്ടം മാറിയപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ അവരിൽ ഒരാളായിട്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അവർക്ക് പറ്റിയ ഹ്യൂമർ. ഞാൻ ഈ കമൻ്റൊക്കെ വരുന്നത് എന്ത് ചിരിയാണെന്നറിയാമോ? എനിക്കൊക്കെ ഓപ്പോസിറ്റുള്ള കമൻറ്റുകളും വായിച്ചിട്ട് ഞാൻ ചിരിയ. ഭയങ്കര സെൻസുള്ള പിള്ളേരാ ഇവർ. സിനിമ എഴുതി അടിപൊളിയായിരിക്കും, എല്ലാം ഹ്യൂമറായിട്ടാണ് പറയണത്. പക്ഷേ എഴുത്തിലെങ്ങനെയെന്നറിയില്ല, പക്ഷെ ഇവർ ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ്. അതാ ഇത് കേട്ടാൽ തന്നെ ചിരിക്കാനും മാത്രം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ ആൾക്കാർ വീഡിയോ കണ്ട് ചിരിക്കുന്നേക്കാളും കൂടുതൽ കമന്റ് ഞാൻ കമന്റ് വായിച്ചിരിക്കും. അത് വീഡിയോ അല്ല, ഇച്ചിരി ഒരു മോശം വീഡിയോ. എല്ലാവർക്കും സാധ്യതകളുണ്ട്, എല്ലാവർക്കും ഇൻഡസ്ട്രിയിലേക്ക് വരാനാണെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് വരാനാണെങ്കിലും ഇപ്പം എല്ലാവർക്കും സാധ്യത. ഒരാൾക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ വരാം, കഴിവ് തെളിയിക്കുക, എന്തും ചെയ്യുക. പക്ഷെ അത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ അവർ പെർഫോമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കില്ല, പെർഫെക്റ്റ് ആയിരിക്കില്ല, ഒന്നും ആയിരിക്കില്ല. പക്ഷെ അവരുടെ ഇഷ്ടമാണ് ചെയ്യണത്. അതിൻ്റെ താഴെയൊക്കെ വന്ന കമൻറ്റ് സ്നേഹത്തോടെ കമൻറ്റ് ഇടുന്നവരുണ്ട്. ഇപ്പോൾ 2 പിള്ളേരില്ലേ, അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു നേരത്തെ വീഡിയോ ആയിരുന്നു. ഒരു ചേട്ടനും അനിയനും എന്ന് തോന്നുന്നത്, അവർ കിഴക്കൻ നാട്ടിലുള്ളതാണ്. അവർ കാനലൊക്കെ കുളിക്കുക, കാനലിരുന്ന് കുഴിമന്തി കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ ചെക്കനാണ് ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഈ ഓരോരോ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഫാൻ ഇത് വെച്ചിട്ട് അമ്മക്ക് വാഷിംഗ് മെഷീൻ പോലെ ബക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് എപ്പോഴും കാണും ഇവരുടെ ഇത്. അതിൽ മെസ്സേജ് ഇട്ടേക്കണം എനിക്ക്, ഞങ്ങൾക്ക് ചേട്ടൻ്റെ വീട്ടിലൊന്നും വന്നൊന്നും ഉണ്ട്. അതിലെ മൂത്ത ആൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവരുടെ ഫാനാണ്. അവന്മാർ ഇതൊക്കെ ഉണ്ടാക്കണതും ഭയങ്കര നിഷ്കളങ്കതയുള്ള പിള്ളേരാണ്. അപ്പം അന്ന് പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. ചിലത് കാണുമ്പോൾ ചിരിക്കാം, നമുക്ക് ചിരിക്കാം. പക്ഷെ അവരുടെ ഇഷ്ടമാണ് അത് ചെയ്യണത്. അതിന് ആ ഒരു ലെവലിലും കൂടി വിടണം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ തമാശ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ തമാശ ചെയ്തിട്ട് ഒന്ന് കാതോർക്കണം ചിരിക്കണ്ടാന്ന്. പണ്ടങ്ങനെയല്ല, നമ്മൾ സ്ലാപ്സ്റ്റിക്കാണ്. നമ്മൾ ബോഡി ആക്ഷനിലൊക്കെ കളിച്ചാലും ആൾക്കാർ ചിരിക്കും, ഇപ്പോൾ ഓടിക്കും. അത് ഒരവസ്ഥ അങ്ങനെയാണ്. നമ്മളപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറിയാൽ മതി. കാഴ്ചക്കാർ അത്രയും പേരെ നമുക്ക് ഒന്നിച്ച് മാറ്റാൻ പറ്റില്ല. നമ്മൾ അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഹ്യൂമർ ചെയ്യുക. ഇപ്പോഴത്തെ പിള്ളേരെ പറ്റി പറയാൻ ജെൻസി എന്നൊക്കെ പറയുകയാണെങ്കിൽ ചേട്ടൻ ഡിബേറ്റ്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ നോർമലി ആൾക്കാർ അവരെ നമ്മൾ അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുമല്ലോ. അതുപോലെ ഇപ്പൊ അവർ നടത്തുന്ന പ്രൊട്ടസ്റ്റ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ്. പണ്ടത്തെ മാതിരി അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്താ പറയാ പ്രതികാര മൈൻഡോടെ ഒന്നും അല്ല. അവർ ഭയങ്കര ഫണ്ണായിട്ട് അവിടെ പോയിട്ട് റീൽസ് ചെയ്യുന്നു. അപ്പൊ അവരുടെ പ്രതിഷേധിക്കുന്ന രീതി വരെ ഇപ്പോഴത്തെ ജനറേഷന്റെ മാറിയിട്ട്. അതിനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട്? ഞാൻ എന്താണെന്നറിയാമോ, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് അന്ന് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് ഇങ്ങനെ എന്നെ ഫ്രണ്ടിൻ്റെ മോള് തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു, നമ്മൾ ചുമ്മാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന അവർക്ക് തന്നെ ബുദ്ധിയും ബോധമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പറയണത് വ്യക്തമായിട്ട് അത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ബാല്യം ഇല്ല എന്ന് പറഞ്ഞത്, നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കളിക്കാൻ പോവോ, ചിരിക്കാൻ പോവോ, എല്ലാം പോവോ, എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പറമ്പിൽ കളിക്കുക ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല. അവർ ആ റൂം, വണ്ടി, വീട്, സ്കൂൾ ഇങ്ങനെ പോണത്. പണ്ട് ഈ പാടത്ത് കളിച്ച് നടന്നപ്പോഴും ചെളി കളിച്ച് നടന്നപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വന്നിട്ടൊക്കെ ആണെങ്കിലും കളിച്ചിട്ടാണെങ്കിലും ഡോക്ടറും വക്കീലും എഞ്ചിനീയറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ പാരൻസ് അവർക്കൊരു ബാല്യം കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വാശിയാണ്. അപ്പുറത്തെ ആ വീട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത്, അന്ന് ഇവിടെ ഇതും പഠിക്കണം. അല്ല ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, ഇവിടെ ഇതിൽ കൂടുതൽ കിട്ടണം. അവൾ ട്യൂഷൻ എത്ര നേരം ട്യൂഷനുണ്ട്, അവിടെ 5 നേരമാണെങ്കിൽ ഇവിടെ 10 നേരം ട്യൂഷൻ കൊടുക്കും. അവരുടെ വാശികളാണ്. ഞാനിപ്പോഴും പറഞ്ഞ പാരൻസ് കുട്ടികളെ ഉപദേശിച്ച് നേരെയാക്കല്ല. അറിവ് കൂടുതൽ മക്കൾക്കാണ്, അവരാ പഠിക്കാൻ പോണത്.
നമ്മൾ വീട്ടിലിരിക്കണവരാ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ആസ്വദിക്കേണ്ട വാല്യൂ ഒന്നും അവർക്ക് കൊടുക്കണില്ല. നിങ്ങൾക്ക് നല്ല വാല്യൂ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. Okay. അവർ ഇതിനകത്ത് ഓക്കെയാണ്. അവർ ഈ പഠനമൊക്കെ ഞാൻ ഇത്രേ പറഞ്ഞോളൂ. പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂർ, ചിലപ്പോൾ രാവിലെ അരമണിക്കൂർ സ്കൂളിൽ പുസ്തകം വായിക്കും, രാത്രി അരമണിക്കൂർ പുസ്തകം വായിക്കും, ബാക്കി സ്കൂളിൽ. ബാക്കിയുള്ള ടൈം എല്ലാം കളിയും ചിരിയും പരിപാടികളൊക്കെ ആയിട്ടാണ്, ഫാമിലിയുടെ കൂടെ കളി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ടോ? അതെ, ഫോണൊന്നും ആ ടൈമിൽ ഇല്ലല്ലോ. ഫോണൊന്നുമില്ല. എല്ലാം ഇപ്പം നമുക്ക് ഇത് ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കൂടിയാണ് പിള്ളേർ പോകണം. പണ്ടത്തെ എൻ്റെയൊക്കെ സമയത്തുള്ള ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ അറിവ് ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കുണ്ട്. അവരത്രയും ദൂരെ സഞ്ചരിച്ചേക്കാം. നമുക്ക് കോവിഡ് വന്നപ്പോൾ നമ്മൾ ഫോണിലൂടെ പഠിത്തമൊക്കെ വന്നല്ല. നമ്മളപ്പോൾ പറഞ്ഞെന്താ, നമ്മുടെ 2 വർഷം പോയിന്നാ പറഞ്ഞാൽ 2 വർഷം പോയല്ല, 10 വർഷം മുന്നോട്ടായി നമ്മൾ. അല്ല എന്തെങ്കിലും നമ്മൾ ഫോണിൽ പഠിക്കുക എന്നുള്ള ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ കുട്ടികളുടെ എല്ലാം താല്പര്യമാണ്. ഞാനത് നേരത്തെ പറഞ്ഞത്, നമ്മൾ ആ ജനറേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല നോക്കണം, നമ്മൾ അവരിലേക്ക് എല്ലാം നോക്കുക. അത് സിനിമയാണെങ്കിലും ഫാമിലി ആണെങ്കിലും പഠനകാര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും കുറേ സ്പീഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് മോശം അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലല്ല പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്നോട് സംസാരിച്ചപ്പോഴത്തെ അങ്കിൾ എന്താ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്ന്. അപ്പം ഞാൻ ഏറ്റവും പറഞ്ഞ് കൊടുത്ത്, ഇങ്ങനെ മക്കളെ ഇതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഇപ്പോൾ ഓക്കെ അങ്കിൾ, അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ പറഞ്ഞതിൻ്റെ ഒരു ഇച്ചിരി നീളം കൂടിയ വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വേറെ ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ ചോദിക്കും എന്താ അങ്ങനെ പറഞ്ഞ്. പക്ഷേ ബാക്കി എൻ്റെ ഈ ഒരു ജനറേഷനോ ഇതിൻ്റെ മേലുള്ള ജനറേഷനോ അതെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അവരോടും കൂടിയാണ് പറയണത്, നമ്മൾ അവർക്ക് ബാല്യം കൊടുക്കുക. ഇപ്പം അവർക്ക് ഈ ഒരു ജനറേഷനുള്ള ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്തായിരിക്കും ചേട്ടൻ കോമൺ ആയിട്ട് നോക്കുക? തീരുമാനം എടുക്കുന്ന കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ 9th കഴിയുമ്പോഴേ പ്ലാൻഡാണ് ഒരു ലൈഫ്. 9th കഴിഞ്ഞാൽ 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇവർ നേരെ അവരുടെ പരിപാടി ഫുൾ ഫില്ലാണ്. അവർ പിന്നെ പ്ലാനിങ് ഫുൾ ഫില്ലാണ്. അവർ UK പോവുക, USA പോവുക, മറ്റ് ഭാഷകൾ പഠിച്ച് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുക. പണ്ടെന്നില്ല, 10ാം ക്ലാസ് കഴിയുമ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ വീട്ടിൽ പോയിട്ട് 5 ദിവസം നിൽക്കണം, അച്ഛൻ്റെ വീട്ടിൽ പോയി 10 ദിവസം. ഇതാണ് നമ്മളുടെ. പക്ഷേ ഇത് 9 തൊട്ടേ കുട്ടികൾ പ്ലാനിങ്ങാണ്, വെൽ പ്ലാനാണ്. അതാണ് അവരുടെ പോക്ക്, അടിപൊളി പോക്ക്. അങ്ങനെ വേണം ജീവിതത്തിൽ, പ്ലാനിങ് ഉണ്ടാവണം. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണ് പ്ലാനിങ് ആലോചിക്കുന്നത്. അത് ഏറ്റവും വലിയ പ്ലാനിങ് വെച്ചാൽ ഞങ്ങൾക്ക് 2 കുട്ടി മതി എന്നാ, അല്ലാണ്ട് മുമ്പോട്ടങ്ങനെ ജീവിക്കുന്നല്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 10-18 വയസ്സുള്ള കുട്ടി എങ്ങനെ വന്നാലും ഒരു 50 വയസ്സ് പ്രായം വരെ അവർ പ്ലാൻ ചെയ്യും. ഒരു 50 ഏജ് ഞാൻ എത്തുമ്പോഴത്തേക്ക് ഞാൻ എന്താവണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ ആ 50-ലേക്കത്തുള്ള ട്രാവലിങ്ങിൽ അവർ 80 പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് മുന്നിലാണ്. ഇപ്പം നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ അറിവ് ഇപ്പം 5ാം ക്ലാസ് തന്നെ ഉണ്ട്. സംസാരിക്കുന്ന രീതികൾ തന്നെ നോക്കി, വീട്ടിൽ കുട്ടികൾ സംസാരിക്കണത് ഭയങ്കര മെച്ചൂർഡായിട്ടാണ് സംസാരിക്കണം. ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ ഈ അടുത്ത ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാനൊക്കെ വളരെ ചുരുക്കമായിട്ടുള്ളൂ വന്നിട്ട്, അതിൽ പോലും ഒരു റീൽ എങ്ങനെ ഇടണമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ പിള്ളേർ ഒറ്റക്കൈക്ക് ഭക്ഷണം കഴിക്കും, ഈ കൈക്ക് ഒറ്റക്കൈക്ക് ഇതൊക്കെ ചെയ്യുകയും ചെയ്യും. അവരുടെ അന്ന് ഫോൺ കൂടെ വെക്കട. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ? അത് ഒരു മാറ്റങ്ങൾ ഇതാണ്. പണ്ട് നമ്മൾ ബാത്റൂമിൽ പോകാനായിട്ട് വീട്ടിനകത്ത് ഓർഡറാ പുറത്തേക്കെന്ന് പറയും, പുറത്തേക്കാണ് പോകേണ്ടത്. ഇപ്പം പറഞ്ഞെന്താണ്ടേ ഓർഡറകത്തേക്കെന്ന് പറയും. അതെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ച് പോവുക. എല്ലാമല്ല, അതെല്ലാ കാലത്തും അങ്ങനെ മോശമായ സൈഡും ഉണ്ടാവും, നല്ല സൈഡും ഉണ്ടാവും. നമ്മളെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു റോസാ ചെടിയാണ് നമ്മൾ, പെൺകുട്ടികൾ വെച്ചോ ആൺകുട്ടികളാണെങ്കിൽ ഒരു റോസാ ചെടിയാണ്. അത് വളർത്തി വലുതാക്കി അവർ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിലുള്ള അവരുടെ ത്യാഗവും വേദനയൊക്കെയാണ് ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ അവർക്ക് കൊള്ളണ മുള്ളു കൊള്ളണതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നതാണ്. അങ്ങനെ വളർന്ന ആ മുട്ടിൽ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മണം ആസ്വദിക്കാനും ഇതിൻ്റെ നിറം കാണാനും ഒക്കെയായിട്ട് പല സ്ഥലത്തു നിന്നും പല ആൾക്കാരും വരും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ചെടിയിൽ നിന്ന് തന്നെ അത് വിത്തായാലും നമുക്കത് പിന്നീട് മുമ്പോട്ടുള്ളൊരു തലമുറ ഉണ്ടാവുള്ളൂ. ഒരുപാട് വശങ്ങളിൽ നമുക്ക് ആകർഷണമായിട്ട് പല കാര്യങ്ങളും നടക്കും. അത് പഠിത്തത്തിൽ മാത്രമല്ല, കുട്ടികൾ പഠിക്കുമ്പോൾ മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും വരും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യണല്ല കാര്യമിരിക്കണം. നമുക്ക് ഇന്നതാണ് വേണ്ടത്, ഇത് വേണ്ടാന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയും കാലിലൊക്കെ നമുക്കറിയാലോ, ലഹരിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മളൊന്ന് തെറ്റിയാൽ മതി, അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് നമുക്ക്, ആക്സസിബിലിറ്റി ഭയങ്കര ഒരുപാട് കൂടുതലാണ്.
അപ്പോൾ നമ്മളെ മക്കളെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിറകിലടിയിൽ വെച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മക്കളെ ഫുൾ ടൈം നോക്കാനും പറ്റില്ല. തിരക്ക്, കാര്യങ്ങൾ, ജോലി തിരക്ക്. പക്ഷേ അത് നമ്മൾ സ്വയം നമ്മളെ നോക്കി ജീവിക്കണം ഇപ്പോൾ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ തണലില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ സംരക്ഷണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പെൺകുട്ടി ആൺകുട്ടി ഒന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ കഴിഞ്ഞു പോകണം, കൂട്ടുകൂടി നടക്കണം. പണ്ടൊക്കെ 2 സൈഡായിരുന്നു ബെഞ്ച്. അതെ അതെ. എവിടെയെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടിയോട് മിണ്ടി കഴിഞ്ഞാൽ ടീച്ചർ അങ്ങനെ അതിലേ കൊണ്ട് ഒരു ഒറ്റ ഓട്ടം ഓടിക്കളയും. അങ്ങനെയായിരുന്നു അന്ന്. അതൊക്കെ മാറി 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 ഇതിനിടയിൽ ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി നടത്തിയല്ലോ. ആ. ചേട്ടൻ പറഞ്ഞു എന്നെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചതാണ്, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ട് പോയതല്ല. അല്ല, ഞാനത് കണ്ടിട്ടില്ല. അത് ഞാൻ ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുമ്പോൾ സ്കിറ്റ് കളിക്കാൻ ഞങ്ങളാ പോയി. ഞാൻ നോബിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ സെറ്റപ്പ് ഒക്കെ പറഞ്ഞു, അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചോട്ടാ എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് അവർ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ എനിക്ക് ഇത്ര പേയ്മെൻറ്റ് തന്നെ ഒന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കയറിപ്പോൾ എൻ്റെ വിചാരം ഈ വീട്ടിലെല്ലാവർക്കും 100 ദിവസം അവിടെ കിടക്കണം, അത്രയുള്ള എൻ്റെ വിചാരം. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ സംഭവത്തിൻ്റെ റൂട്ടൊക്കെ മനസ്സിലാണ്. ഓരോരുത്തർ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴൊക്കെ പഠിച്ച് കലക്കിയിട്ട് വന്നേക്കേ. പക്ഷേ ഞാനൊന്നും അറിയാതെ പോയി ചെന്നതാണ്. ശരിക്കും എങ്ങനെയുണ്ട്, പുറത്തുനിന്ന് കാണുന്ന ഒരു പോലെ അല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ ചെന്ന്. എല്ലാവരും പറയുന്നത് അത് ഡിഫറെൻ്റ് ഒരു ലോകമാണ്. ചേട്ടൻ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തേ? എനിക്ക് ആ ഡിഫറെൻറ്റ് ലോകം എന്നൊരു 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ വൈഫിനെ വിട്ടിട്ട് ഞാൻ ദൂരെ മാറി നിന്നിട്ടില്ല. അത് നമ്മൾ പുറത്തോട്ട് പരിപാടിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. അവിടുന്ന് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, വൈഫൈ ഉണ്ടല്ലോ. അങ്ങനെ വിട്ടതില്ല. ഇതൊന്നും ഇല്ലാണ്ടൊരു 10 ദിവസം കടന്നുപോയി. അത് മാത്രമേ പ്രശ്നമുള്ളൂ. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ കോളേജ് പഠിക്കുന്ന പോലെ ആയിപ്പോയി. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓക്കെ. ഇപ്പൊ അത് സ്റ്റാർ മാജിക് ടമാർ പടാറിലായിരുന്നല്ലോ ചേട്ടൻ വന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു സുധിച്ചേട്ടനൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്? ബിനു അടിമാലി ചേട്ടൻ, അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയുള്ളൊരു. അന്ന് ബിനു ഇല്ല. ടമാർ പടാർ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ, നെൽസൺ, നോബി, കൊല്ലം സുധി അങ്ങനെയായിരുന്നു തുടങ്ങിയത്. അത് അതിന് ശേഷമാണ് ബിനു ഒക്കെ വന്നത്. അതെ അതെ അതെ. അപ്പോൾ അത് ഭയങ്കര, ഞങ്ങൾ മനോരമ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ അങ്ങ് ചെല്ലണമല്ലേ, സുധി ഞാനുമായിട്ട് അങ്ങനെ ആ ഒരു ബന്ധമല്ലേ. അപ്പോൾ അത് തുടക്കത്തിലായിട്ട് അല്ല, ആ തുടക്കത്തിൽ തന്നെ അത് നല്ല ഹൈപ്പിലായ പ്രോഗ്രാം അനൂപ് ചെയ്തത്. അത് മനോരമയിൽ നിന്ന് കുറച്ച് സ്റ്റാഫ് ഫ്ലവേഴ്സ് ഇട്ട് പോന്നു. അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവർ നേരെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അത് ശരിക്കും ഒരു കോളേജിൽ പോകുന്ന ഫീൽ ആയിരുന്നു, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് രസകരമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ചേട്ടൻ ഇതുപോലെ മഴവിൽ മനോരമ ലോങ്, ചേട്ടൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരു ലോങ് ജേണി ആണല്ലോ. ഏത് മഴവിൽ മനോരമയുടെ ഏത് സ്റ്റേജ് ഷോ ഉണ്ടെങ്കിലും അവിടെ ചേട്ടനുണ്ട്. സ്കിറ്റ്, ഒരുപാട് സ്കിറ്റുകൾ. അതുപോലെ സുധിച്ചേട്ടൻ്റെ കൂടെ ഒരുപാട് സ്കിറ്റ്. സുധി ഞാനായിട്ട് ഒത്തിരി വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. മനോരമയിൽ ഞങ്ങൾ 10 മാസം ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തു, സുധി ഞാനും കൂടി. ഞങ്ങൾ ശരിക്കും മനോരമയുടെ പ്രോഡക്റ്റാണ്. ഈ വിഷ്വലിൽ വന്നത് മനോരമയാണ്. നമ്മൾ അത്രയും ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്നത്, നമുക്ക് വേണ്ടിയിട്ട് അത്രയും പ്രൊമോഷൻ തന്നതൊക്കെ മനോരമ ചാനൽ തന്നെ, മഴവിൽ മനോരമ. അപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും മഴവിൽ മനോരമയുടെ പ്രൊഡക്റ്റ് തന്നെ. അങ്ങനെ സുധി, ഞാൻ, രാജേഷ് പറവൂർ അങ്ങനെ ടീമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 3-4 വർഷം ഒന്നിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിനിമയുടെ തിരക്കൊക്കെ ആയിട്ട് എനിക്ക് സ്റ്റേജ് കളിക്കാൻ പോകും കുറവായിട്ട് അങ്ങനെ മാറിയപ്പോൾ അവരൊന്നിച്ചൊരു ടീമായിട്ട് അവർ പോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ പോവും, അങ്ങനെ ചെയ്യും. അവൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര കാരണം നമുക്ക് ഒരുപാട് കൂട്ടുകാർ മരിച്ചിട്ടുണ്ട്, നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മുടെ മനസ്സിൽ മരിച്ചു, അത് നമുക്കറിയാം. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് അങ്ങനെ ഒരു ഫീല് വന്നില്ല. സുധി മരിച്ചതായിട്ട് നമുക്ക് തോന്നണേ ഇല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം പറഞ്ഞു, അത് ഞാനും എൻ്റെ വൈഫും കൂടി സംസാരിക്കും ഇടയ്ക്ക്. എന്തെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ പറയും അവൻ മരിച്ചെന്ന് നമ്മൾ അപ്പോഴാണ് ഓർക്കണത്. ഇവൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ മൈൻഡിലും മരിച്ചു. അല്ലെ സുധി നോർമലി നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, അവനിപ്പോഴും ഫീൽഡിലുണ്ട്. ആ ഒരു ധാരണയാണ്. എല്ലാവരും പറയും മണിച്ചേട്ടൻ പോയപ്പോഴുള്ള ഒരു ഫീലായിരുന്നു സുധിച്ചേട്ടൻ്റെ വേർപാടിലുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അവന് നമ്മളെല്ലാവരും ഒരാളെങ്കിലും കുറ്റം പറയാതിരിക്കും. ഒരാളെങ്കിലും കുറ്റം പറയൂലേ, ഒന്നുമില്ലെങ്കിൽ ഹസ്ബൻഡിനെങ്കിലും പറയൂലേ. ഒരാളെയും കുറ്റം പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എൻ്റെ അടുത്ത് നമ്മൾ കമ്പനി കൂടുമ്പോൾ ഇങ്ങനെ കുറ്റം പറയാൻ കേട്ടിട്ടില്ലേ, തമാശക്കാണെങ്കിൽ അവനൊരാളെയും കുറ്റം പറയില്ല. അതവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. പിന്നെ ഒരു ഐറ്റം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ചെയ്യും. ആ ഒരു ബോക്സിങ്ങിൻ്റെ സ്കിറ്റ് കണ്ടിട്ടുണ്ടോ, മഴവിൽ മനോരമയിൽ ചെയ്യണം, അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള സ്കിറ്റാണ്. ഈ സ്കിറ്റ് കഴിഞ്ഞിട്ട് അവൻ പുറത്ത് കിടന്ന് വൊമിറ്റ് ചെയ്യുമായിരുന്നു. ആ ഒരൊറ്റ ബ്രീത്തിൽ കളിക്കണമായിരുന്നു. അപ്പോൾ നമ്മളൊരു കഥാപാത്രം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് അവൻ ചെയ്യും. പിന്നെ സ്നേഹിക്കാനാണെങ്കിലും എല്ലാത്തിനും ദേഷ്യപ്പെടില്ല, ഒരാൾ വഴക്കിടില്ല. അവൻ്റെ വലിയ ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക്
ഞാനിപ്പോൾ രേണുവിന് വയ്യാനിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ടായിരുന്നു, ഞാൻ വൈഫും കൂടി പോയി കണ്ടിരുന്നു. അവൻ നമ്മുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 80% അവൻ കാരണോ. ഞാനൊരു സിനിമാടനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 80% കാരണം സുധി കാരണോ. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തമാശ കാണിച്ചാൽ ഒരിക്കലും അത് ജനങ്ങൾക്ക് ചിരിക്കാൻ തോന്നൂല. സുധിയും ഞാനും കൂടെ ഉള്ളൊരു കോംബോ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് പറയുന്നു അവനറിയാം, ഞാനിത് പറഞ്ഞാൽ അവൻ എന്ത് തിരിച്ചു പറയുന്നു എനിക്കറിയാം, റിഹേഴ്സൽ ഇല്ലാത്ത സാധനം പോലും. അപ്പം അത്രയും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതായിരുന്നു. അതാ പറഞ്ഞത്, ഞാൻ ഒരാൾ ഇങ്ങനെ ആവണമെങ്കിൽ ഒരാളുടെ സപ്പോർട്ടില്ലാതെ പറ്റില്ല. സുധി അത്ര എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ രക്ഷപ്പെട്ടതിൻ്റെ ഒരു ഭാഗം സുധിയാണ്. കാരണം ആ ഒരു ടീം വർക്കിൽ നിന്നുകൊണ്ട് കളിക്കാനും, ഞങ്ങളിപ്പോൾ ഇത്രയും രാജേഷാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും അത്യാവശ്യം ജീവിക്കാൻ മാർഗ്ഗമൊക്കെ ആയി. അതിനൊക്കെ ഒരു കാരണം അവൻ തന്നെ. ഒരിക്കലും തന്നെത്താനെ കളിച്ചിട്ട് ഇനി എന്നെക്കൊണ്ട് ഇങ്ങനെ ആവാൻ പറ്റില്ല. പല ട്രൂപ്പുകളിലും ഞാൻ കളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളിങ്ങനെ മാറ്റി 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 നിർത്തുകയുള്ളൂ. വലിയ ട്രൂപ്പുകൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മനോരമ വന്നപ്പോഴാണ് ഞാൻ 3 പേര് കൂടിയാണ് ചെല്ലണത്. മത്സരിക്കാനായിട്ട് ഓഡീഷൻ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡീഷന് ചെന്നപ്പോൾ ഞങ്ങൾ പോകുന്നു, കിട്ടൂല എന്ന് പറഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സുധീനെയും ജിഷോനെയും അവർ ചാനലുകാരെയും ഞങ്ങൾക്ക് തന്നത്. അന്ന് തൊട്ട് ആ ഒരു കൂട്ട് ഇപ്പോഴും കൊല്ലത്ത് പോയാലും എന്താണെങ്കിലും അവരെ അമ്മയും ചേട്ടനും സഹോദരിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്നേഹം, അന്നത്തെ അങ്ങനൊരു സ്നേഹമുണ്ട്, അതിപ്പോഴും ഉണ്ട്. എപ്പോഴെപ്പോഴും നമ്മളങ്ങോട്ട് ഓടി പോകണില്ല, അന്വേഷിക്കണില്ല എന്നുള്ളൂ. പക്ഷെ കാണുമ്പോൾ നമുക്ക് ആ പണ്ട് കണ്ട സ്നേഹമുണ്ട്. ഇതൊക്കെയാണെങ്കിൽ നമ്മളവിടെ അങ്ങനെ നിൽക്കുമ്പോഴും അവൻ നമ്മുടെ കൂടെ ഉള്ള പോലെ തന്നെ. എനിക്കെൻ്റെ ലൈഫിൽ ഒരിക്കലും എത്രയോ പേരെ കണ്ടേക്കണം, മരിച്ച ആൾക്കാർ, ഒത്തിരി പേരെ കൂട്ടുകാരും എല്ലാം. ഇവൻ്റെ കാര്യം മാത്രം നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറയില്ലേ, അതല്ല ഇത്. നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. വെറുതെ ആണെങ്കിലും പോലും ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറ്റില്ല. പിന്നെ ആ സ്കിറ്റ് കാണുമ്പോഴൊക്കെ നമുക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ കണ്ടാലും അപ്പം മാത്രം നമ്മുടെ മനസ്സിലുള്ളൂ സുധി മരിച്ചു എന്ന്. അല്ലെങ്കിൽ നോർമലി സുധി എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സുധിച്ചേട്ട വേർപാടിന് ശേഷം നോർമലി ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യനേക്കാളും കൂടുതൽ സൈബർ അറ്റാക്കിങ് അല്ലെങ്കിൽ അത്രയും വിഷമമൊക്കെ അനുഭവിച്ച ഒരാളാണല്ലോ ഒരു സുധി. ഇപ്പം അസുഖമായിട്ട് പോലും ആൾക്കാരിങ്ങനെ ബുള്ളിങ് ചെയ്യുന്നു. ചേട്ടൻ അതിനെ പറ്റിയുള്ള ഒരു തോട്ട് എന്താണ്? അല്ല മോളെ, ഇതിനകത്ത് എന്താ പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ അതെല്ലാം പ്രതീക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്, അല്ലേ? അതെ അതെ. അപ്പം നമ്മളത് നമ്മൾ അറ്റാക്കിങ്ങെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ച് നിൽക്കുക, എല്ലാം എക്സ്പെക്റ്റ് ചെയ്യുക. നല്ലത് മാത്രമല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ മോശം ഒരാൾ പറഞ്ഞ് അത് അംഗീകരിക്കണ്ടേ. അപ്പം ഇതാണ് പറഞ്ഞത്, നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിയാൽ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം. അതെല്ലാ രീതിയിലും നല്ലതിന് നല്ലതായിട്ട് എടുക്കാനും ചീത്തയെ ചീത്തയായിട്ട് കാണാനും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മളിതിന് പോവരുത്. സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ നമുക്കതിനൊരു വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ എല്ലാം പ്രതീക്ഷിക്കുക. ഒരാളുടെ പരാതി പറഞ്ഞിട്ടോ പരിവും പറഞ്ഞിട്ടോ കാര്യമില്ല. അയാളുടെ റൈറ്റ്സാണ് അയാൾ പറയണത്. നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റൈറ്റ്സാണ്. അതിൽ നമ്മളൊരു പ്രതികരിച്ചിട്ടോ ഒന്നും പൊതുവേ പറഞ്ഞാട്ടാ, ഒരാളുടെ കാര്യം മാത്രമല്ല, പൊതുവേ നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരും, ഞാൻ എന്തെങ്കിലും ചെയ്ത മോളുടെ അഭിപ്രായമല്ലേ മോള് പറയണത്, അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടത് നിങ്ങളുടെ റൈറ്റ്സാണ്. എന്തോരം പേര് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഒത്തിരി പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു വീട്ടിൽ നമ്മൾ ചേട്ടന്മാർ തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക, ഒരാൾ ക്ഷമിച്ചു കൊടുക്കുക, ഒരാൾ, അങ്ങനെ നമ്മുടെ കുടുംബം അങ്ങനെയല്ലേ മുമ്പോട്ട് പോവുള്ളൂ. അതല്ല അമ്മ അച്ഛനും അമ്മയുടെ അങ്ങനെ പറഞ്ഞാൽ അവിടെ നിർത്തും. അല്ലെങ്കിൽ നമ്മൾ ആങ്ങളാണെങ്കിൽ ചിലപ്പോൾ പെങ്ങൾ ചെന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ അവൻ ചിലപ്പോൾ ഒതുങ്ങും. അത് ആ ഫാമിലി നന്നായിട്ട് പോകാനാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ. ഇപ്പോൾ കിച്ചുമായിട്ടൊക്കെ ചേട്ടൻ ഇപ്പോഴും കോൺടാക്ട് വെക്കാറുണ്ടോ? കിച്ചനെ വിളിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ വിളിക്കാറൊന്നുമില്ല. കിച്ചുവിൻ്റെ നമ്പർ എൻ്റെ സത്യത്തിലില്ല. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഷൂട്ട് നടന്നപ്പോഴത്തേക്ക് ഈ ഹൈവേ വന്നാറിനൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കണോണ്ട് ഒന്നും മനസ്സിലാവണല്ലോ എനിക്ക്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പോളയത്തോട് എവിടെയെന്ന് ചോദിച്ചു. അപ്പം പോളയത്തോട് ഇച്ചിരി പോകണം ചേട്ടാ, എന്താ ഞാൻ സുധിയുടെ അമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് പോരാമെന്ന് പറഞ്ഞു. പക്ഷേ ഷൂട്ട് തീർന്നപ്പോൾ ലേറ്റായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഇവിടെ നടക്കണല്ലേ, അവിടെ നിന്ന് കൊല്ലത്ത് നേരെ ഷിഫ്റ്റ് ആക്കണത്. അപ്പോൾ ഇനി കൊല്ലത്ത് പോകണ ദിവസം ഒരു ദിവസം കയറി കാണണം. ചേട്ടനും ഒക്കെ ആയിട്ട്, അവൻ്റെ സുധിയുടെ ചേട്ടത്തിയും ചേട്ടനും ഒക്കെ ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു സ്നേഹം. നമ്മൾ എപ്പോഴും ഇങ്ങനെ അടുത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഒരു മുറിവ് ഇതൊക്കെ ഉണ്ട്. അകന്ന് കിടക്കുന്നവർ കാണുമ്പോൾ ഭയങ്കര സ്നേഹമോ ഈ ഇടക്ക് കാണുമ്പോഴത്തേക്ക് അങ്ങനെ കാണണം അവരെയൊക്കെ.
ഞാൻ സുധീർ ഹൗസ് വാമിങ്ങിനാണ് കണ്ടത്. അമ്മേനെയും ചേട്ടനെയും ചേട്ടത്തിനെയും എല്ലാവരും കിച്ചുവിനെ കൂടെ ഒന്നിച്ച് കണ്ടെന്നാ. ചേട്ടൻ്റെ ഇപ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു കരിയറിൽ ഇപ്പോഴും ചേട്ടൻ ഓർക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ഓർക്കുന്ന ഒരാൾ ആരായിരിക്കും? സ്നേഹത്തോട് ഓർക്കുന്ന അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു ആളെ മാറ്റി നിർത്താൻ, എൻ്റെ കരിയറിൽ എനിക്ക് ആളെ മാറ്റി നിർത്താൻ പറ്റില്ല, വൈഫല്ല കേട്ടോ, അല്ലാതെ ആളെ മാറ്റി നിർത്താൻ പറ്റില്ല അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഒരാൾ ആരായിരിക്കും ഈ ജേണിയിൽ ത്രൂ ഔട്ട് കൂടെ ഉണ്ടായിരുന്ന? നമ്മുടെ കുടുംബത്തിലല്ലാതെ പുറത്തുള്ള ആ, ഒരാളാണ്. അതെ അതെ. പുറത്തുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിലാഷ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട്. ഞാൻ രശ്മിയും വിളിച്ചിട്ട് പോകണം അഭിലാഷിൻ്റെ വീട്ടിലേക്കാണ്. ഓക്കെ. അന്നേരം വരുമ്പോൾ ഒരു കുട്ടി ഉടുപ്പിട്ടുണ്ട വൈഫ് കൂടെ വന്നേക്കണം. ഞാൻ അപ്പോഴും ജിറാഫിനെ പോലെ നിൽക്കുക. എനിക്ക് ആറടി പൊക്കം അന്നേരം ഉണ്ട്. നേരെ ഇവർ വീണ്ടും ആക്കി വെച്ചിട്ട് അമ്മ ചോദിച്ച് ഇതാരാ സാജു എന്ന് ചോദിച്ചു. സന്ധ്യയൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചുകൊണ്ട് വന്നാണ്. ഇപ്പോൾ ആ വാതിലേക്ക് കൂടി ഉറുന്ന് അഴുത്തോട് വിടുമ്പോൾ പിന്നെ അടുത്ത ഘട്ടം അവരെ കൂടി ഓടി തന്നെയാണ് അവർ. അത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഈ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ട് പരിചയപ്പെട്ട ഇപ്പോഴും ഞങ്ങൾ ഡെയിലി അല്ലെങ്കിലും ഒന്നരാടെങ്കിലും വിളിച്ചിരിക്കും. ഞാൻ ഇല്ലെങ്കിൽ വൈഫാണെങ്കിലും അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകും. ഞങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹം ഞങ്ങളുടെ വൈഫുമാർ തമ്മിലുണ്ട്. അപ്പോൾ എന്നെ ആ ഒരു ജേണിയിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത അവനെ പല കാര്യങ്ങൾക്കും പല സിറ്റുവേഷനിലും അവൻ പല രീതിയിലും ഹാൻഡിൽ ചെയ്ത് നമ്മളുടെ എന്നെ സഹായിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനെ പുറത്തൊരു ഒരാളെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലൊന്നും അല്ല, എൻ്റെ വീട്ടിലും അല്ലാത്തത്. ശരിക്കും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരാൾ വേണം. വേണം വേണം വേണം. അങ്ങനെ എടുത്ത് പറയാനായിട്ടൊരു കൂട്ടില്ലാത്ത ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയലായിട്ടുള്ളൊരു മനുഷ്യനാവില്ല. കുറച്ച് കളവ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. ഇത് എന്തും തുറന്നു പറഞ്ഞ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഒന്നും നമ്മൾ വേസ്റ്റ് ഇട്ട് വെച്ചേക്കല്ലേ ഇവിടെ. നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായല്ലേ അടിപൊളിയായിരിക്കും. ഓക്കെ. ഇപ്പം ചേട്ടൻ ഇപ്പോൾ കരിയറിൽ ഇപ്പം ഒരുപാട് പ്രോഗ്രാംസ് ഡിഫറെൻറ്റ് ഏരിയാസ് കവർ ചെയ്തല്ലോ, ലൈക്ക് സിനിമ, സ്റ്റേജ് ഷോസ്, അങ്ങനെ. ഇപ്പോൾ ചേട്ടൻ മിമിക്രി മാത്രം ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറയുന്നു. അതെ, മിമിക്രി തൊടാത്ത മിമിക്രിക്കാരനാണ്. പക്ഷെ മിമിക്രി അസോസിയേഷനിലുണ്ട്, ഒരു മെമ്പർ ആണല്ലോ. അസോസിയേഷനിലെ മെമ്പറാണ്. കാരണം ഞാൻ സ്കിറ്റും ഒക്കെ മിമിക്രിയിൽ പെട്ടാണല്ലോ. ശബ്ദാനുകരണം മാത്രമാണെങ്കിൽ അസോസിയേഷനിൽ 10 പേരുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ മേഖലയിലും കൂടി വന്ന ആൾക്കാർ കൂടിയിട്ടാണ്. അങ്ങനെ മിമിക്രി ചെയ്യാത്തൊരു മിമിക്രി കലാകാരനാണ് ഞാൻ. പക്ഷേ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്നുണ്ട്. കലാഭവനിലാണെങ്കിലും കലാഭവൻ ഇത് തുടങ്ങിയ സമയത്ത് ശബ്ദം അനുകരിക്കുന്നവർ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കി സ്കിറ്റ് കളിക്കുന്നവരുണ്ടാവും. ഇതെല്ലാം കൂടി പെട്ടതാണ് മിമിക്രി. അതെ. അതിലിപ്പോൾ നിങ്ങളുടെ അസോസിയേഷൻ ഒരുപാട് ചാരിറ്റീസ് ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി പക്രുച്ചേട്ടൻ്റെ കൂടെയൊക്കെയുള്ള ഒരു വീഡിയോ കണ്ടു. നമ്മുടെ ഒരു പ്രദീപേട്ടന് വീട്, കൊച്ചു പ്രതിവിന് വീട് വെക്കണം. നിങ്ങൾ അസോസിയേഷൻ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചാരിറ്റി മാത്രമാണല്ലോ? ബിൽഡേഴ്സായിട്ട് നമുക്ക് കണക്ഷൻ കൂടി ഉണ്ട്. അവരും കൂടി നിന്നിട്ട് ചാരിറ്റി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന നാദൃഷ്ടിക്കാണ്. അതിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഷാജുൻ ചേട്ടൻ, വൈസ് പ്രസിഡൻറ്റ് പിഷാരടി, പിന്നെ വേറൊരു വൈസ് പ്രസിഡൻറ്റ് ടിനി ടോം. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു നേതൃത്വമുണ്ട്. അതിൻ്റെ രീതിയിൽ നമ്മളൊരു വീട് നേരത്തെ വെച്ച് കൊടുത്തായിരുന്നു. കഴിഞ്ഞ വർഷം നിത എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിന് വെച്ച് കൊടുത്ത് നല്ല വീടായിരുന്നു. അതിനുശേഷം അടുത്ത പ്രോജക്റ്റാണ് ഈ വർഷം തുടങ്ങുന്നതാണ് പ്രദീപിൻ്റെ വീട്. അപ്പോൾ പ്രദീപിൻ്റെ വീടിൻ്റെ പരിപാടികൾ നേരത്തെ കുറച്ച് ചെയ്ത് വന്നായിരുന്നു. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ ബിൽഡേഴ്സും എല്ലാവരും കൂടി കൂടിയിട്ട് ഇനി അവർ മാനസം എന്നാണ് നമ്മുടെ ഭവന പദ്ധതിയുടെ പേര്. ഇനി അടുത്ത വർഷം ഒരു വീടുണ്ട്. അങ്ങനെ എല്ലാ വർഷവും ഓരോരോ വീട് വെച്ചിട്ട് നമ്മൾ മിമിക്രിക്കാരുടെ ഇടയിൽ വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കും. പിന്നെ പുറത്തോട്ട് നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. നമ്മുടെ സംഘടന വഴി നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ചാരിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടാ ഇപ്പം ഈ ചാരിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചേട്ടൻ്റെ മൈൻഡിൽ ഒരു മോട്ടീവ് വരുമല്ലോ, നമുക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് ചില ആൾക്കാർ എനിക്ക് ചാരിറ്റി ചെയ്താൽ എനിക്ക് നല്ലത് വരും അങ്ങനെ വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ശരിക്കും മറ്റുള്ളവരെ എനിക്ക് സഹായിക്കണം അങ്ങനെ ഒരു മൈൻഡ്. ചേട്ടൻ്റെ ഒരു മോട്ടീവ് എന്താണ് ശരിക്കും ഈ ഒരു ചാരിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക്? നമ്മളെ ചിലതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് പോകണം. ചാരിറ്റി മാത്രമല്ല, വഴിയിൽ വയ്യാതെ കിടക്കുന്ന പട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ മനസ്സിന് ഒരു വിഷമം തോന്നുന്നൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ആ കാഴ്ചക്കുള്ള പരിഹാരം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കും. വിശക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുന്ന ആരും അതിന് പ്രാധാന്യം. അല്ല ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരാളാണ്, അയാൾ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും കാര്യമായിരിക്കുന്നത്. അല്ലാണ്ട് ഈ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മളത് നമുക്ക് ഭഗവാൻ ഇങ്ങനെ തരും അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമല്ല. ആ സ്പോട്ടിൽ നമുക്ക് കണ്ടിട്ട് അപ്പം നമ്മുടെ ചിന്തയിൽ വന്നതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോടൊരു കരുണയും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് അത് നമ്മുടെ മനസ്സിൽ വരുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ വളർന്നേക്കണം. എന്നെ വളർത്തിക്കുന്ന ഞങ്ങൾ ആ ഒരു നാട്ടിലെ ആൾക്കാരുടെ വീട്ടിൽ നിന്ന് എല്ലായിടത്തും ഭക്ഷണം കഴിച്ച് വളർന്നേക്കണം. നമ്മളെ സ്നേഹിച്ചങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഉച്ചക്ക് ഓടി ചെല്ലുമെന്നും പറഞ്ഞ് ചോറ് കഴിച്ചതിൻ്റെ പകുതി മാറ്റി വെക്കണം അപ്പൂപ്പനും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് തന്നെ വളർന്നേക്കണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർ ചെയ്യണതൊക്കെ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പെട്ടെന്ന് ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്.
ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാനാ, അല്ലെ ഒന്ന് ചേർത്ത് പിടിക്കാനാ, അല്ലെ ഒരു കരയുന്ന ആളാണെങ്കിൽ നമ്മൊന്ന് ചേർത്ത് പിടിക്കാനാ, അതൊക്കെ നമ്മുടെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു വിതുമ്പലുണ്ടാവും. അത് അത് വരുമ്പോഴത്തേക്ക് തനിയെ ഇതൊക്കെ വരും. അല്ലാണ്ട് ഇതിൻ്റെ ചാരിറ്റി എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആൾക്കാർ ഭയങ്കര സെൽഫിഷ് ആയി പോയി, അങ്ങനെ തോന്നുന്നുണ്ടോ? ആൾക്കാർ സെൽഫിഷ് ആവണേൻ്റെ അല്ല, നമ്മുടെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് എല്ലാവരും നമ്മുടെ കാര്യം, നമ്മൾ ചുറ്റും അപ്പുറത്ത് എന്താണ് നടക്കണമെന്ന് നമ്മൾ നോക്കണില്ല. ഒരു രീതിയിൽ അത് പോസിറ്റീവാണ്, പക്ഷെ മറ്റൊരു രീതിയിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ പോലും അങ്ങനെ ശ്രദ്ധിക്കാതെ എന്താ പറയുമോ, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ, അമ്മച്ചിമാരെ നടത്തുന്ന കടയിൽ കയറുന്ന ഭക്ഷണം കഴിക്കുകയുള്ളൂ, ചൂണ്ടയിടാൻ പോകും, ഞാൻ എല്ലാ പരിപാടിക്കും ഞാൻ പോകും. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഞാൻ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആവരുത്, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആവരുത്. ഞാൻ എപ്പോഴും സാധാരണക്കാരനായിരിക്കുക. അപ്പോൾ പോണ വഴി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവരെ കാണുമ്പോൾ വർത്തമാനം പറയും, ഇവരെ കാണുമ്പോൾ വർത്തമാനം പറയും, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് വർത്തമാനം പറയും, ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് വർത്തമാനം പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവരുടെ മുഖത്തുനിന്ന് മനസ്സിലാവും. അപ്പം എല്ലാവരോടും ഫ്രീ ആയിട്ട് പെരുമാറുക. എൻ്റെ വീടിനവിടെ അതിൽ പോകുമ്പോഴത്തേക്കും മീൻ പിടിക്കുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചി അവിടെ നിന്ന് മീൻ മേടിക്കണം. ചിലപ്പോൾ വണ്ടി കൊണ്ട് ചേച്ചി 2 പാക്കറ്റ് ചന്ദനത്തിരി എന്ന് പറയും. ഓടാ അപ്പോൾ അയ്യോ പിള്ളേ മറന്നു പോയിട്ടാന്ന് പറയും. അങ്ങനെ എല്ലാവരോടും സംസാരിച്ചെടുക്കുന്ന ഒരാളാണ്. എപ്പം നോക്കിയാലും എന്നെ ഈ റോട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്നെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇന്ന സ്ഥലമൊന്നും ഒന്നുമില്ല. നമ്മൾ സ്വയം ഞാൻ സെലിബ്രിറ്റി എന്നാവാതിരുന്നാൽ മതി. ബാക്കി മറ്റുള്ളവരുടെ മനസ്സിലായിക്കോട്ടെ, അപ്പം തന്നെ എല്ലാം ക്ലിയർ ആവും. ഇപ്പം ഈ മൈക്കിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഡോറ് ഒന്ന് പുറത്ത് പോകുന്ന മോക്ക് ഉറപ്പുണ്ടോ? മോള് പോകുന്ന ഉറപ്പുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ ലൈഫ്. അപ്പം അതിനിടക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് തീരുമാനിക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരോടും നന്മ ചെയ്യുക. അതൊക്കെ വരുമ്പോൾ തന്നെ അവരുടെയൊക്കെ പ്രാർത്ഥന കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം കൂടി കൂട്ടി കിട്ടും. പിറ്റേ ദിവസം ഇറങ്ങുക. അത് തന്നെ ഒരു രക്ഷയില്ല. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പം നമ്മൾ എന്തിന് ബലം പിടിക്കണം, എന്തിന് കാശുണ്ടാക്കണം, എന്തിനോടണ നമ്മൾ കാശുണ്ടാക്കണം? എന്തിനാ? ഭക്ഷണം കഴിക്കാനാണെങ്കിൽ നമുക്കത് മാത്രം മതി. പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണ്ടേ? അപ്പം അസുഖത്തെ പേടിച്ചിട്ട് കാശുണ്ടാക്കണത്. പിന്നെ റിയൽ എസ്റ്റേറ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊന്നും തെറ്റ് പറഞ്ഞല്ല കേട്ടോ. അത് അങ്ങനെ ഉണ്ടാക്കണോണ്ടാണ് അവരെല്ലാം ഉള്ളത്. നമ്മളത് ശ്രമിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഇല്ലാത്തത്. പക്ഷേ കാശൊന്നും കൊണ്ട് ഒരു കാര്യമില്ല. നമ്മളൊരു വീഴ്ച, ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ വെച്ചിട്ട് ഒരു ചേച്ചി വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബസ്സിനടിയിൽ പോയിട്ട് കണ്ടില്ലായിരുന്നോ? ആ ചേച്ചിയുടെ ഡ്രസ്സ് മാറി കിടന്നിട്ട് ആ ചേട്ടൻ്റെ മുണ്ട് അഴിച്ചു കൊടുത്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ പെട്ടതാ. പെട്ടെന്ന് നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ട് വന്ന കാര്യം, അത് മറ്റുള്ള സഹജീവികളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ അവിടെ എത്ര ചേച്ചിമാർ നിൽക്കുന്നു, അവർക്കൊക്കെ തോന്നിയില്ല. അതാ പറയുന്നത്, നമ്മൾ ഒരു കരുണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ ചെയ്യുമോ? അത് സ്നേഹം വേണം, മറ്റുള്ളവരോട് ബഹുമാനം വേണം, എല്ലാം വേണം. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ശരിക്കും ചേട്ടൻ ഭാഗ്യവാനാണ്. കാരണം മറ്റുള്ളവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഞാനിങ്ങനെ വെറുതെ ഇരുന്നാലും ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാം, എൻ്റെ ഫാമിലിയിലാണെങ്കിലും വൈഫിന് എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്നവർക്ക്. നമ്മൾ കുറേ വിലയും പിടിച്ചിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. സംസാരിച്ചോളുക, ചിരിക്കുക, മറ്റുള്ളവർ കാണുമ്പോൾ ചിരിക്കുക, അവർക്ക് സന്തോഷം വന്ന കാര്യങ്ങൾ പറയുക, ചെയ്യുക. എന്നെ ഇച്ചിരി കളിയാക്കിക്കൊണ്ടാണെങ്കിലും ഞാൻ പറയും, അത് അവർ ചിരിച്ചു കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇല്ലേട്ടാ, ഈ ബോഡി ഷെയ്മിങ് വെച്ചിട്ട് ബോഡി ഷെയ്മിങ്ങിലൂടെ കോമഡി പറയുന്നത് അത് ശരിയാണോ ശരിക്കും? അത് ഞാൻ പറഞ്ഞല്ലേ, ഈ കാലഘട്ടം മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെ. അതനുസരിച്ച് പണ്ട് അടൂർ ബാസി, ബഹദൂർ ഇതൊക്കെ ഉണ്ടെങ്കിൽ വരില്ലേ? പണ്ട് കറുപ്പിനെ പറ്റി പറഞ്ഞു ഇടിയും ബഹളമൊക്കെ. അതിൻ്റെ ഒരു വേർഷനാണ് നമ്മൾ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നത്. ആ മിമിക്രിയുടെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ പുതിയ വന്നവരാരും അത് ചെയ്യണില്ല. അപ്പോൾ ബോഡി ഷെയ്മിങ് ഒക്കെ തെറ്റാണ്. ചെയ്താൽ ട്രോളാണ് പറ്റിയത്. ട്രോളാണ്. നമ്മൾ മിമിക്രിക്കാർ ചെയ്ത ട്രോളി നമ്മളെ കൊല്ലും, ഇതാണൊക്കെ ശരിയാണ്. മോളൊരു 5 കൂട്ടുകാരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാളെ കളിയാക്കും നമ്മൾ, ഇല്ലേ? ഉറപ്പായിട്ടും കളിയാക്കും. ആ കളിയാക്കണ ആൾ ഇപ്പം മോളാണ് കളിയാക്കണമെങ്കിൽ മോൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയല്ല അത് ചെയ്യണത്, ബാക്കിയിരിക്കണ 4 പേർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പം ഇതും ബോഡി ഷെയ്മിങ് ഒക്കെ തന്നെയല്ലേ പോണത്? പക്ഷെ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കത് വിഷമാകുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ നമ്മളിപ്പോൾ ഈ സ്കിറ്റ് കളിക്കുമ്പോഴത്തേക്കും മറ്റവനൊരു ഇതിപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്നറിയാമോ? ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തന്നെ പറയും ഇങ്ങനെ അപ്പം ചിരി കിട്ടൂടാന്ന് പറയും. എന്നിട്ട് ഈ പറഞ്ഞ ആൾ മാത്രമേ അടിക്കുള്ളൂ.
അപ്പം മറ്റേ പുള്ളി അപ്പം ഡീസൻ്റ് ആവും. അതെ. അതാ പ്രശ്നം ഇതിനുള്ളത്. നമ്മളിപ്പോൾ ആരും ചെയ്യാറുള്ളത്. ഞാൻ ചോദിക്കട്ടെ മോളെ, ഇപ്പോൾ ഒരു സിനിമ തുടങ്ങിയിട്ട് അതിൽ +1 +2 പഠിക്കുന്ന കുട്ടികൾ തുടക്കം മുതൽ സിഗരറ്റ്, മരുന്ന്, ബാറ് പരിപാടി, പെണ്ണ്, ഇങ്ങനെ ഫുള്ള് കാണിച്ച് ഇത് കണ്ടിട്ടാണ് ഒരു തലമുറ നശിക്കുന്നത്. ഈ ബോഡി ഷെയ്മിങ് കൊണ്ടാണ് ഒരു തലമുറ നശിക്കുന്നത്. പറ, നശിക്കാന്ന് അതെ, ഏത് കണ്ടിട്ടാണ് നശിക്കുന്നത്? തീർച്ചയായിട്ടും കണ്ടിട്ട് അങ്ങനെയല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു. ഞാൻ പറയട്ടെ, ഇതിൽ രണ്ടിലും ദോഷം ഏതാ? രണ്ടിലും ദോഷം, രണ്ടും അല്ല, ഒന്ന് നമുക്ക് തന്നെ ദോഷം, മറ്റത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ. ഒരു ജനറേഷൻ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു ബോഡി ഷെയ്മിങ് വന്നത്. അല്ല മറ്റേതാ. എന്നിട്ട് ഇത് മുഴുവനും തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് ആസ്വദിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ബോഡി ഷെയ്മിങ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണമല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിൽ തിയേറ്ററിൽ ഫുള്ള് കൈയടി ഈ ഒരു ഒറ്റ സാധനം ചെയ്തപ്പോൾ. അപ്പോൾ ഞാനീ പറയണത് നമ്മൾ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ലെന്ന് തന്നെ കേട്ടോ പറയണത്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഒരാൾക്ക് വേദനിക്കുന്ന തമാശ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ മോളെ കളിയാക്കിയൊരു തമാശ പറഞ്ഞത് മോളും കൂടി രസിക്കണം, എൻജോയ് ചെയ്യണം, എന്നാലത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാത്തത് ക്രൂരതയെ നമ്മൾ പറയണത്. ഇപ്പോൾ ഓരോരുത്തരൊക്കെ വന്നിട്ട് ഭയങ്കര തമാശ പറയും, നമുക്കറിയാം ആളുടെ മുഖം മാറുമ്പോൾ അറിയാം. അപ്പം ഞാനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറും, സംസാരിച്ച് കയറും. മറ്റേത് അതൊരു സാഡിസോ, ഇങ്ങനെ ഒരാളെ ദ്രോഹിച്ചുകൊണ്ട് തമാശ കണ്ടെത്തുന്നത്. അപ്പം നമ്മളുടെ സമയത്ത് നമ്മളിത് കാണിക്കുമ്പോൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ല ശരിക്കും ഉണ്ടല്ലോ, ഇതിപ്പോൾ ഈ ഒരു വിഷയം കൂടുതൽ വന്ന് നമ്മുടെ തങ്കച്ചൻ ചേട്ടനെ, സ്റ്റാർ മാജിക്കിൽ തങ്കച്ചൻ ചേട്ടനെ ഭയങ്കര ബോഡി ഷെയിം ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ഭയങ്കര ചർച്ചാ വിഷയമായ ടൈം. ഞാനപ്പോൾ ഒറ്റ പ്രാവശ്യം തങ്കച്ചൻ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറയാൻ പാടില്ല അല്ലേ, അത് ഡ്രോപ്പ് ആവൂലേ? പക്ഷെ കാണുന്നവർക്കാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞതാ, തങ്കച്ചനാണെങ്കിലും പറയാ, അത് ഒറ്റ പ്രാവശ്യം പറയത് വേണ്ടാട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മൾ ഈ ഒരാളെ ദ്രോഹിച്ചുകൊണ്ട് നമ്മൾ തമാശ കണ്ടെത്താൻ പറ്റില്ല. ഞങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഞാനൊന്നും ഓവറായിട്ടും ചെയ്തിട്ടില്ല, പക്ഷേ അന്നൊക്കെ സപ്പോർട്ടായിരുന്നു ജനത്തിൻ്റെ. അതാണ് നമ്മൾ വീണ്ടും ചെയ്തു പോയത്. പക്ഷെ ഇപ്പം ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത കാര്യമാകുമ്പോൾ നമ്മളെ തിരുത്തി ചെയ്യണം. അപ്പം എന്നെ ഒരാൾ കളിയാക്കി, അത് പേഴ്സണലി കളിയാക്കണമല്ല, ഒരു ചാനലിൽ നിന്നുണ്ടല്ലോ കളിയാക്കണം. അപ്പോൾ നമുക്കിത് കാണുമ്പോഴാണ് അത് ഇനി മേലെ ചെയ്യണ്ടട്ടാ, കാരണം അത് എന്നെക്കാൾ കൂടുതലും ദോഷം നിങ്ങൾക്കാന്ന് പറയാം. അത് പറഞ്ഞ് തിരുത്തണം. അല്ല, അവിടെ നമ്മൾ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പറഞ്ഞ ആൾക്കായിരിക്കും ബാക്കി വന്നതൊക്കെ. നമ്മൾ പറയണം, നമ്മളുടെ പെർമിഷനോടുകൂടി പറഞ്ഞതാണെങ്കിൽ നമ്മളത് പറയണം. ഇപ്പം ആരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അത് എന്താണെന്ന് അറിയാമോ, നമ്മൾ ഓരോ കാലഘട്ടത്തിലും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കിറ്റ് ഞാൻ കളിക്കുവാണെങ്കിൽ ഓഡിയൻസിൻ്റെ ചിരിയും പൾസ് പറഞ്ഞിട്ട് നമുക്കത് പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ. ലൈവ് കളിക്കുമ്പോൾ ഓഡിയൻസ് ഇങ്ങനെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും, നമ്മളത് ഷോർട്ട് ചെയ്യും. പക്ഷേ ഈ അങ്ങനെ ആദ്യകാലങ്ങളിൽ പറഞ്ഞു വെച്ചവരിങ്ങനെ ചെയ്തതനുസരിച്ചിട്ടാണ് ജനങ്ങൾ ചിരിച്ച് വന്നതുകൊണ്ട് അതിൻ്റെ പുറകെ വന്നവരും അത് ചെയ്തു. പക്ഷേ ഇത് വേണ്ടാന്നും പറഞ്ഞ് ബ്രേക്ക് ചെയ്തെടുത്ത് വെച്ച് എല്ലാവരും അത് നിർത്തി. നമ്മൾ ജനങ്ങൾ ഇരിക്കാനല്ലേ ഇത് കാണിക്കണത്. അവർക്കിത് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ചെയ്യണത്? ഒരിക്കലും വേണ്ടാത്ത സാധനമല്ലേ. നമ്മൾ പായസത്തിൽ കൊണ്ട് കടുക് പൊട്ടിക്കാൻ പറ്റുമോ? അപ്പം അത് പായസത്തിൽ കടുക് വേണ്ട, അപ്പോൾ കടുക് എടുത്ത് മാറ്റുക. എന്നാൽ ഇഷ്ടംപോലെ കടുക് ഇരിപ്പുണ്ട്, ഇച്ചിരി അങ്ങ് ഇട്ടേക്കാന്ന് വാരി അങ്ങ് ഇടുവാരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബോഡി ഷെയ്മിങ് വേണ്ടാന്നുള്ള ഓഡിയൻസിൻ്റെ തീരുമാനം. അപ്പം നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുക. അതുമല്ല, അതതിൻ്റെ ശരി അതാണ്. നമ്മളൊരാളെ നമുക്കറിയില്ലാത്ത സമയത്ത് നമ്മളത് ചെയ്തേക്കണത്. പണ്ട് ഈ തമിഴ് സിനിമയിലൊക്കെ എന്തൊരു ഇടിയല്ലേ, അത് കറുപ്പും വെളുപ്പൊക്കെ പറഞ്ഞിട്ട് പഴയ കാലത്തോട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കേണ്ട ഒക്കെ ഇത് തന്നെയായിരുന്നു. അപ്പം ചിലത് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി. പഴയ സിനിമയുടെ മൂടാണ് ഇപ്പോൾ. അതേപോലത്തെ ഒരു സിനിമ ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതപ്പോൾ അതുകൊണ്ട് ആ റൂട്ട് നിർത്തിയിട്ടാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ്റെ പടം വന്നത്. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നമ്മുടെ വാത്സല്യമൊക്കെ എന്തോരം അല്ലേ, അതുപോലെ തന്നെ ആകാശദൂത്. ഇപ്പം അത്തരത്തിലൊരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അത്ര എടുക്കണമെന്നില്ല. ഇപ്പം പക്ഷെ പണ്ടത്തെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് തോന്നി 90s കിഡ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഹാപ്പി ഒക്കെ റിലീസ് ആയപ്പോഴത്തേക്കും ജെൻസി തന്നെ അതിനെ ഭയങ്കര ഏറ്റെടുത്തു. വീണ്ടും ഒരു ഭയങ്കര ഹിറ്റായിട്ട് പോയൊരു സിനിമയാണല്ലോ ഹാപ്പി ബി ഹാപ്പി ഒക്കെ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത് അത്രത്തോളം എടുക്കാൻ സാധ്യത കുറവായിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ജനങ്ങളുടെ അല്ല ഓഡിയൻസിൻ്റെ ഒരു മൂഡ് അനുസരിച്ചുള്ള സിനിമകൾ ചെയ്യുക, ബുദ്ധിയുള്ളവരത് ചെയ്യും, പടം വിജയിക്കും. പിന്നെ കുട്ടികളാണ് ഇപ്പോൾ സിനിമ കാണണം, ഫാമിലി ആയിട്ട് സിനിമകൾ കുറവാണ്. അപ്പോൾ അവരെ ഹാപ്പിയാക്കാൻ പറ്റിയ സിനിമകൾ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ
ബോഡി ഷെയ്മിങ്ങിനെ സപ്പോർട്ട് ചെയ്തല്ല കേട്ടോ. അല്ലല്ല, ചേട്ടൻ ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ നമ്മൾ തിരുത്താൻ ആളുണ്ടായില്ല. അതെ അതെ, തിരുത്താൻ ആൾ എൻജോയ് വന്നപ്പോൾ ചെയ്തിരുന്നു ഓഡിയൻസ്, അത് അന്ന് എൻജോയ് ചെയ്തിരുന്നു, ചിരിച്ച എൻജോയ് ചെയ്ത ഒരു ടൈം ആയിരുന്നു. അതെ അതെ, നമ്മളൊരു കുട്ടി ഒരു ചേട്ടൻ ഇങ്ങനെ വഴി കൂടി നടന്നു പോകണം, അയാൾ പുള്ളി ഉരുണ്ട് വീണാൽ നമ്മൾ ആദ്യം ചിരിക്കും, എന്നിട്ട് ഓടിച്ചെല്ലുള്ളൂ. പക്ഷെ ഒരു കുഞ്ഞാണ് പോകണമെങ്കിൽ കുഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അയ്യോ എന്ന് പറഞ്ഞിട്ട് ചെല്ലുള്ളൂ. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തിരുത്തി കൊടുത്താലും തിരുത്തി പോയനെ. ഇപ്പോഴത്തെ രീതിയിൽ വന്നപ്പോഴത്തേക്ക് അത് തിരുത്തപ്പെടേണ്ട സാധനമാണ്, അത് തിരുത്തണം. അപ്പോൾ ബോഡി ഷെയ്മിങ് ഇല്ലാതെ ഇഷ്ടംപോലെ തമാശ പറയാം, നിറം പറയാതെ വണ്ണം പറയാതൊക്കെ ഇഷ്ടംപോലെ തമാശ പറയും. ഇപ്പം എന്തോരം പുള്ളൊരു തമാശ പറഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞ വാട്സപ്പിൽ പറയുന്ന തമാശകൾ അന്യായ തമാശകളാണ്. അത് കമൻറ്റ് കേട്ട് ചിരിച്ച് ആവാന്നുള്ളൂ. തിരുത്തപ്പെടേണ്ടത് തിരുത്തണം. ഓക്കെ ആവും എല്ലാം. മുമ്പോട്ടാണെങ്കിലും ഇനി വരും കാലത്ത് ഇതിലും വലിയ 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 സംഭവങ്ങൾ വരും. അവിടെയൊക്കെ നമ്മൾ മാറി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ജെൻസി എന്ന് പറഞ്ഞാൽ അടുത്ത വേറെ വന്നുണ്ട്, ഇവർക്ക് മേലെ വേറെ സാധനം വന്നുണ്ട്, അതിൻ്റെ മേലെ പിന്നെ വന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വാർദ്ധക്യം എന്ന് പറഞ്ഞ സമയമുണ്ട്. അവിടെ എല്ലാവരും കോമണാണ്. അവിടെ 2028 ബാച്ചില്ല, 3000 ബാച്ചില്ല, ഒരു ബാച്ചും ഇല്ല. ചുക്കി ചുളുങ്ങി എല്ലാവരും ഒരേ ബാച്ചായിട്ട് ഇരിക്കേണ്ടി വരും ആ സമയത്ത്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അവിടം വരെ എത്തണം എല്ലാവരും. അങ്ങനെ എത്തണമെങ്കിൽ നമുക്ക് നല്ല മനസ്സുണ്ടാകുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവരുടെ വേദനയിൽ പങ്കുചേർന്ന് നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് പറ്റുന്ന സഹായങ്ങൾ സ്വീകരിച്ചു ഒക്കെ ആയിട്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? എന്താ? കരയാനും ചിരിക്കാനും ഉള്ള കഴിവ്. അതാണ് നമുക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നത്. ഒരു വ്യക്തി തരുന്ന ഒരു ഗിഫ്റ്റ്, ആദ്യത്തെ ഗിഫ്റ്റ് എന്താ? പറയാൻ പറ്റുന്നില്ല എനിക്ക്. നമ്മുടെ പേര്. ഓക്കെ. ആ ഒരു വ്യക്തി നമ്മുടെ പേരിടണം എന്തിനാണെന്നറിയോ? ഇത് നല്ല പേരാ, അങ്ങനെ പറഞ്ഞിട്ട് ഇടുകയുള്ളൂ. നല്ല പേരിട്ട് തന്നെയാണ് നമുക്ക്. ആ നല്ല പേര് നിലനിർത്തണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം, അല്ലേ? നല്ല ജീവിതം നയിക്കണം, നല്ല കുടുംബം നോക്കണം, അച്ഛനമ്മയെ നോക്കണം, എല്ലാം നോക്കണം, മറ്റുള്ളവരുടെ എല്ലാവരുടെയും സഹജീവികളുടെ എല്ലാം നല്ല സ്നേഹത്തോടെ പെരുമാറിയാലാണ് അന്നിട്ട ആ ഇത് നല്ല പേരാന്നും പറഞ്ഞിട്ട നമ്മുടെ ആദ്യത്തെ ഗിഫ്റ്റ് അതിന് തിളക്കം ഉണ്ടാവണമെങ്കിൽ നന്മ ചെയ്ത് ജീവിക്കുക. സൂപ്പർ ചേട്ടാ, സൂപ്പർ. ഞാനേ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത്, ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വന്നാൽ ശരിക്കും ചേട്ടനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമേ വന്നില്ല. നോർമലി ഇരുന്ന് സംസാരിക്കുന്ന ഒരു അടിപൊളി കോൺവോ തന്നെയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും സന്തോഷം, ഒത്തിരി ഒത്തിരി സന്തോഷം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് മോള് 2-3 പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും അധികം വന്ന് കാണാറില്ല. ഞാൻ ആർക്കും അങ്ങനെ കൊടുക്കാറില്ലെന്നല്ല, ഞാൻ മാറി മാറിക്കളയും. കാരണം ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അവസാനം അതിലെന്തെങ്കിലും ഒരു സാധനം വന്നാൽ കട്ട് ചെയ്ത് അതങ്ങ് എടുത്തിട്ട് താഴ്ത്ത് എൻ്റെ അപ്പന്മാർ വരെ കുഴിയുന്ന എഴുന്നേച്ച് വരും. ആ ടൈപ്പിൽ കമൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ വ്യക്തിത്വം ഇല്ലാത്ത ആളാവൂലേ. അപ്പം അതുകൊണ്ടാണ് 2-3 പ്രാവശ്യം വിളിച്ചുകൊണ്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അപ്പോൾ വൈഫ് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ എന്നെ ഇങ്ങനെ കാണിക്കും. ഞാൻ എന്തേ ചാവാൻ പോവല്ലേ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അല്ല, അത് പറയണത് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ കാര്യങ്ങളല്ലേ, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം എന്തായാലും ചാനൽ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ. ഒത്തിരി ഒത്തിരി ഇനി ഒത്തിരി ഒത്തിരി വലിയ വലിയ ഗസ്റ്റുകളൊക്കെ വരട്ടെ. നമ്മൾ ചേട്ടനും അനിയത്തി എന്നുള്ള രീതിയിൽ മതി, ഗസ്റ്റായിട്ട് കൂട്ടണ്ട. ഇനി വലിയ വലിയ ഗസ്റ്റ് വരട്ടെ, അടിപൊളിയാവട്ടെ, ചാനൽ ഗംഭീരമാവട്ടെ, 1 million പെട്ടെന്നാവട്ടെ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ.